السلام عليكم ورحمة الله. الحمد لله. الحمد لله رب العالمين. الحمد لله العزيز الجبار المتكبر، هو الرحمن هو الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. حسبنا الله حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. لا حول ولا قوة إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പ്രിയമുള്ള എൻ്റെ സ്നേഹമുള്ള ശ്രോതാക്കളെ, മലയാളി മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, ഇനി ആരെങ്കിലും മുസ്ലിം അല്ലാത്തവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്നേഹ അഭിവാദനങ്ങൾ. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ലോകരക്ഷിതാവിൻ്റെ വചനങ്ങളുടെ സാരാംശം ഗ്രഹിക്കുന്നതിലേക്ക്. അതിലൂടെ ഉന്നതമായ ഒരു സുന്ദരമായ സമാധാനപൂർണമായ ഈ ദുനിയാവിലൊരു ജീവിതവും ഇതിനുശേഷമുള്ള പാരത്രികമായ സ്വർഗലോകത്തേക്കും പടച്ചറബ് നിങ്ങളെ ഹിദായത്തിലാക്കട്ടെ, അഥവാ സന്മാർഗദർശനം നൽകട്ടെ എന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം, എൻ്റെ പ്രിയമുള്ള മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കലാമിനെ കേൾക്കാൻ നിങ്ങൾ കാണിച്ച ഈ ഒരു സന്മനസ്സിന് ഞാൻ നിങ്ങൾക്ക് നന്ദി ഉള്ളവരാണ്. നിങ്ങളോട് നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ 2014 ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ യൂട്യൂബ് ചാനലിൽ ഇത്രയധികം വീഡിയോ ആളുകൾ കണ്ട, ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട മറ്റൊരു വീഡിയോ വേറെ ഇല്ല. അപ്പോൾ അതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയാണ്. അപ്പോൾ ഞാൻ ഫേമസ് ആയതിന് നിങ്ങളോട് എനിക്ക് നന്ദി പറയണമല്ലോ. അതിൻ്റെ കാരണം അള്ളാഹിൻ്റെ കലാം പറഞ്ഞു. വേറെ എന്തൊക്കെയോ പരിപാടികളുടെ ട്രാവൽ വീഡിയോ അടക്കം അതിലുണ്ട്. പക്ഷേ ഇത്രയധികം റീച്ച് കിട്ടിയ മറ്റൊരു വീഡിയോ ഇല്ല. അപ്പോൾ അതിന് നന്ദി പറയാണ്. അതോടൊപ്പം ദുആ ചെയ്യാണ്, പടച്ചോനെ ഈ അള്ളാഹിൻ്റെ കലാം കേൾക്കാൻ വേണ്ടി സന്മനസ് കാണിച്ച മുഴുവൻ പേരെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് ചേർക്കണേ അല്ലാ. ഈ ഒരു സംരംഭത്തെ, ഈ ഒരു മഹൽ സംവിധാനത്തെ അള്ളാഹുവെ ഇത് പൂർത്തിയാക്കാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവെ ഇത് കേൾക്കുന്ന എല്ലാവരെയും, ഇത് സംസാരിക്കുന്നവരെയും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കല്ലാ. ഈ ഒരു ആമുഖ പ്രഭാഷണം, യഥാർത്ഥത്തിൽ ആമുഖ പ്രഭാഷണം നടത്തുക അവസാനത്തിലല്ലല്ലോ. നമ്മൾ തുടങ്ങിയ ഏകദേശം നല്ല ഒരു 10-40 വീഡിയോ കഴിഞ്ഞിട്ടാണ് ആമുഖ പ്രഭാഷണം നടത്തുന്നത്. അതിനൊരു കാരണമുണ്ട്. നിരന്തരമായ കമൻസിൽ വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ, ചില ആളുകൾ നേരിട്ട് വിളിച്ചിട്ട് തന്നെ ചോദിക്കണമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു കൃത്യമായ മറുപടി പറയാനുള്ള ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ എവിടെയാണ് സ്ഥലം? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ ഏത് സംഘടനക്കാരനാണ്? എന്ന് തുടങ്ങിയുള്ള ചോദ്യങ്ങളാണ്. അതിൻ്റെ മർമ്മം നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത്, ഞങ്ങളുടെ ആശയങ്ങൾ, ഞങ്ങളുടെ പാർട്ടി അതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഞങ്ങൾ കേൾക്കും, അല്ലാത്തതൊന്നും കേൾക്കില്ല. അങ്ങനെയുള്ളൊരു ചോദ്യമാണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത്. പ്രിയമുള്ളവരെ, സത്യം ആര് പറഞ്ഞാലും നമുക്ക് കേൾക്കാം. അത് ഏത് പാർട്ടിയാലും ഒരു കുഴപ്പമില്ല എന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ നിലപാട്. അപ്പോൾ ആ വിഷയത്തിൽ കുറച്ച് അധികം പറയാനുണ്ട്. വളരെ പിന്നെ അള്ളാഹിൻ്റെ വലിയ നിഅമത്ത് കിട്ടിയ ഒരു സമൂഹമാണ് നമ്മൾ മലയാളികൾ. പക്ഷേ കിട്ടിയത് കൂടിയത് പോയത് കൊണ്ടാണെന്നറിയില്ല, ചില അപവാദം എന്ന് പറയാവുന്ന അർത്ഥത്തിൽ നമുക്ക് ചില പ്രയാസങ്ങളുണ്ട്. വളരെയധികം സങ്കുചിതത്വ ബോധമുള്ള കുറേ പ്രവർത്തകരുണ്ട് എല്ലാ ഒട്ടുമിക്ക സംഘടനകളിലും. അത് അപകടകരം. ഇസ്ലാമിലതില്ല. ഇസ്ലാമിൽ സകലമാന വർഗീയ ചിന്താഗതികളും വിഭാഗീയതകളും ഗോത്രമഹിമയും കുലമഹിമയും തറവാട്ട് മഹിമയും ഒക്കെ പൊളിച്ചെഴുതിയ ദർശനമാണ് ഇസ്ലാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം തന്നെ അങ്ങനെയുള്ള എല്ലാ വിഭാഗീയതകളും അവസാനിപ്പിക്കാനാണ്. സങ്കടം പറയട്ടെ, ചില ഉസ്താദുമാരൊക്കെ തുറന്ന് മക്കളെ പഠിപ്പിക്കുകയാണ്.
നിങ്ങൾ അപ്പുറത്തെ സംഘടനക്കാരനോട് സലാം പറയണ്ട. ഇതിനൊക്കെ ഹിക്മത്ത് എന്താണ്? എന്താണ് നിങ്ങളൊക്കെ പഠിച്ച് ഏത് കിതാബാണ് നിങ്ങൾ ഓതിയത്? നിങ്ങൾ ഏത് ഇസ്ലാമിനെ മനസ്സിലാക്കിയത്? ഞാൻ ഉസ്താദുമാരെ, ഞാൻ അടക്കമുള്ള ഉസ്താദുമാരെ അധിക്ഷേപിക്കുകയല്ല. പക്ഷെ ചിലതൊക്കെ തുറന്ന് പറയും യൂട്യൂബിലൊക്കെ തോന്നിയതുപോലെ, അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ. എന്തിനാണ് ഈ സമുദായത്തെ നിങ്ങൾ ഒറ്റുകൊടുക്കുന്നത്? എന്നിട്ട് അതിൻ്റെ കമൻസിലൊക്കെ നമ്മൾ നോക്കുക, ഇതര മത സമുദായത്തിലെ ആളുകൾ വരെ ദീനിനെ പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഇവർ എത്തി എന്നുള്ളതാണ്. വളരെ സങ്കടമുണ്ട്. സമുദായ നേതൃത്വം, എല്ലാ സംഘടനകളുടെ നേതൃത്വവും ഇത്തരം ആളുകളെ കൈകാര്യം ചെയ്യണമെന്ന് തന്നെ പറയുന്നു. മാത്രമല്ല, അപകടകരമായ രീതിയിലേക്ക് ഖുർആനെ വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ചിട്ട്, അതായത് സാമൂഹ്യ നിർമ്മിതിയും മനുഷ്യ നന്മയും സമത്വവും വിശ്വസാഹോദര്യവും നന്മയാണ് ഖുർആന്റെ ഓരോ ആയത്തിൻ്റെ ഇതിവൃത്തം. അള്ളാഹുവിൻ്റെ അബാദ് സമസൃഷ്ടികളോടുള്ള ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെ പഠിപ്പിക്കുന്ന വിശുദ്ധ ദർശനത്തെ സമസൃഷ്ടികളോടുള്ള ക്രൂരമായ സമീപനങ്ങളാക്കി മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവരൊക്കെ ഏതൊക്കെയോ ഞാഞ്ഞൂല് ഹദീസുകൾ, അങ്ങനെ അതിന് പറയാം, ലൈഫായിട്ടുള്ള ഹദീസിൻ്റെ പിൻബലത്തിലൊക്കെയാണ് പലരും പലതും, അത് അതിൻ്റെയൊക്കെ പിൻബലത്തിൽ ആരോ പറഞ്ഞിട്ടുള്ള സംസാരങ്ങളൊക്കെ എടുത്ത് കോട്ട് ചെയ്തിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഖുർആൻ ഒരിക്കലും വാക്കിൻ്റെ അർത്ഥം എടുത്തിട്ട് പഠിക്കാൻ പാടില്ലല്ലോ. ഖുർആൻ വാക്കർത്ഥം വാചകമല്ലല്ലോ, അതിൻ്റെ പിന്നിലുള്ള സബബ് നുസൂല് പഠിക്കണം, അതിൻ്റെ പിന്നിലുള്ള ആശയം, അത് കൃത്യമായ പണ്ഡിതന്മാരുടെ കീഴിൽ പഠിച്ചു വന്നിട്ടുള്ള കഴിഞ്ഞു പോയിട്ടുള്ള തഫ്സീർ മുഫസ്സിരീങ്ങളൊക്കെ പഠിച്ചിട്ട് വേണമല്ലോ സംസാരിക്കാൻ. അതൊന്നുമില്ലാതെ വെറുതെ വാചക കസർത്ത് നടത്തിയിട്ട് പ്രയാസം ഉണ്ടാക്കുന്നവരുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം എൻ്റെ ശബ്ദം കേൾക്കുന്ന സംഘടനാ പ്രവർത്തകരെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും ഏത് സംഘടന? എല്ലാ സംഘടനക്കാരും ഞാൻ ഏതാ സംഘടന ഉള്ളതിൻ്റെ മറുപടി ഞാൻ പറയാം. പക്ഷെ അത് പറയുന്നതിന് മുമ്പ്, ഈ സംഘടനാ സങ്കുചിതത്വം എന്ന് പറഞ്ഞ സാധനം മലയാളികൾക്കിടയിൽ വളരെ രൂക്ഷമായിക്കൊണ്ട്, പണ്ട് കാലത്ത് ഇത്ര ഒന്നും ഇല്ലായിരുന്നു. പണ്ടൊക്കെ ഉണ്ടായിരുന്നു ചില ഖണ്ഡന മണ്ഡനങ്ങൾ അല്ലെങ്കിൽ സ്റ്റേജുകളിൽ പരിപാടിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ ന്യൂ ജനറേഷൻ ഇതിലൊന്നും ഇല്ല എന്നുള്ളതാണ് വേറെ രസം. അവരിപ്പം ദീനിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് എല്ലാവരും അധിക്ഷേപിക്കല്ല, അവരുടെ ഒരു അവസ്ഥ പറയാണ്. അവരുടെ ലോകത്താണ്. ന്യൂ ജനറേഷൻ വേറൊരു ലോകത്ത് ജീവിക്കേണ്ട അവസ്ഥയും, ആലിമീങ്ങളായിട്ടുള്ളതിൽ പണ്ടൊക്കെ സംഘടനാ പ്രവർത്തനത്തെ കൊടിപിടിച്ചു നിന്നവരൊക്കെ വേറൊരു വഴിയിലും വഴിതിരിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴെങ്കിലും സമുദായ നേതൃത്വം, അപ്പോൾ ഏത് സമുദായ നേതൃത്വം? എല്ലാ സംഘടനയുടെയും നേതൃത്വം വേറെ ആരെയൊന്നും നോക്കണം, നിങ്ങളെ വീട്ടിലെ മക്കളെ കുട്ടികളെ നോക്കിയാൽ മതി എന്നാണ് ഒറ്റ വാക്കിൽ പറയുന്നത്. നിങ്ങൾ ഏത് സംഘടനയാണോ, നമ്മളിപ്പോൾ അങ്ങനെയാണല്ലോ ഇപ്പോൾ സംഘടന വരിക. നിങ്ങളെ കുടുംബം ഏതാണ്, ആ കുടുംബത്തിലെ കുട്ടി ഏതാണ്, ആ കുട്ടിയുടെ മക്കളുടെ മക്കളെ മക്കൾ, അങ്ങനെ ആ സംഘടന ആൾക്കാരായിട്ട് വരികയാണ്. വളരെ അപൂർവമായിട്ടൊക്കെ പഠിച്ചിട്ട് സംഘടന മാറിപ്പോലൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഓരോ സമുദായത്തിലെ സംഘടനകളും നിങ്ങളെ മഹലിലെയും നിങ്ങളെ മദ്രസിലും പഠിക്കുന്ന മക്കളെ നല്ലോണം നോക്കണം എന്നൊരു ഒരു ഉപദേശമല്ല, ഒരു ഓർമ്മപ്പെടുത്തൽ സാന്ദർഭികമായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക്, ആമുഖ പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമതായിട്ട്, ഞാൻ ആരാണ്, നിനക്കുള്ള യോഗ്യത എന്താണ്? ഇതാണ് ഞാൻ ആദ്യം സംസാരിക്കുക. ഒരു വിഷയമാണല്ലോ അല്ലേ, നമ്മുടെ ഒരു യോഗ്യത ഒരു വിഷയമാണല്ലോ. ഞാൻ തഫ്സീർ അല്ല, തജ്വീദ് പഠിച്ചിട്ടുള്ളത് ഇമാം ജസരി റഹ്മത്തുള്ളാഹിയുടെ പരമ്പര, അതായത് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉസ്താദ് ആരാണ്? ജിബ്രീൽ അലൈഹി സ്വലാം. അതിനുശേഷം അവിടെ മക്കയിൽ ജീവിച്ച സഹാബത്ത്, അവരുടെ താബിയങ്ങൾ അങ്ങനെ പരമ്പര വരികയാണ്. മൗത്ത് ടു മൗത്താണ്, വായ ടു ചെവി, വായ ടു നാവിൽ നിന്ന് ചെവിയിലേക്ക്, ചെവിയിൽ നിന്ന് വീണ്ടും അയാൾ ആ കേട്ട മനുഷ്യൻ്റെ നാവിലൂടെ അടുത്ത ആളുടെ ചെവിയിലേക്ക്, അങ്ങനെ മൗത്ത് ടു മൗത്ത്, അല്ലെങ്കിൽ ഇയർ ടു ഇയർ, ഇങ്ങനെ കയറി 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 പോരുകയാണ്. ആ ഓരോ ജനറേഷൻ കഴിഞ്ഞപ്പോൾ 21-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഇമാം ജസരി റഹ്മത്തുള്ളാഹി നിങ്ങൾ പഠിച്ചാൽ അറിയാം, തജ്വീദിൻ്റെ കാര്യത്തിലൊരു അഗാധമായ വലിയ പണ്ഡിതൻ, വലിയൊരു ആലിം. ആ മഹാനവറുകളുടെ പരമ്പരയിൽ, ആ താവഴിയിലുള്ള നേരിട്ട് പഠനം നടത്തിയ ജോർഡാനിലുള്ള ഒരു അറബ് ആലിമായിട്ടുള്ള പണ്ഡിതൻ, അദ്ദേഹം ഇന്ന് UAE ഇമാമാണ്. അപ്പോൾ ആ പണ്ഡിതൻ്റെ കീഴിൽ പഠിക്കാൻ, തജ്വീദ് പഠിക്കാൻ, തിലാവത്ത് മഖ്റജ് പഠിക്കാനും ഒക്കെ തൗഫീഖ് ലഭിച്ചു എന്നുള്ളത് മാത്രമല്ല, നിങ്ങളെ ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിലൂടെ ആ വചനങ്ങൾ അങ്ങനെ വന്ന ആ പരമ്പരയുടെ കണ്ണിയാണ് ഈ പറഞ്ഞ ഷെയ്ഖ് അഹ്മദ് ഫാത്തിർ, ഷെയ്ഖ് അഹ്മദ് ഫാത്തിർ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജോർഡാനിയായ ഈ പണ്ഡിത്, അതോടൊപ്പം ഒരു അഫ്ഗാനിയായ ഒരു ഉസ്താദും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. തിലാവത്തിൽ ചില മഖ്റജുകളുടെ പ്രൊനൗൺസിയേഷൻ അദ്ദേഹമാണ് എന്നെ വളരെയധികം
സൂക്ഷ്മതയോടെ തിരുത്തി തന്നത്. നന്ദി അറിയിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തെയും ഈ ഉസ്താദന്മാരൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കട്ടെ എന്ന ചൊർക്കണേ അള്ളാഹ് എന്ന ദുആയോടുകൂടെ വിഷയത്തിലേക്ക് വരാം. അപ്പം തിലാവ അതാണ്. ഇനി തഫ്സീർ അല്ലേ, തഫ്സീറിൻ്റെ പരിഭാഷ. ഇത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പറയുന്നതല്ല. ഇത് എൻ്റെ പ്രിയമുള്ള ശ്രോതാക്കൾ മുഴുവനും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് എൻ്റെ ഇൽമല്ല. ഞാൻ വായിക്കുന്ന വചനങ്ങളിലെ, ഞാൻ വായിക്കുന്ന അവലംബിക്കുന്ന ഗ്രന്ഥങ്ങളിലെ അതിൻ്റെ സാരാംശം പറയാണ്. അല്ലാതെ എൻ്റെ വക ഒന്നും ഇതിൽ ചേർക്കില്ല. ഞാൻ പറയുന്നുണ്ടെങ്കിൽ ചില അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങളെ ഇതുമായിട്ട് ബന്ധപ്പെടും, ആയത്തുകളുമായിട്ട് ബന്ധപ്പെടുന്ന ചില കഥകളും അനുഭവങ്ങളും ഇതിൽ പങ്ക് ഷെയർ ചെയ്യും, മനസ്സിലാക്കാൻ വേണ്ടി കൂട്ടിച്ചേർക്കുന്നല്ലാതെ വേറൊരിക്കലും ഇതിൻ്റെ കണ്ടന്റ് അടിസ്ഥാനം ചോർന്നു പോവാതെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, നിങ്ങൾ ഏത് ഗ്രന്ഥങ്ങളാണ് അവലംബിക്കുന്നത്? നിങ്ങൾ ഏതാണ് തഫ്സീറാണ് നിങ്ങൾ നോക്കുന്നത്? ഞാൻ എല്ലാം നോക്കുന്നുണ്ട്. ഇംഗ്ലീഷിലുള്ളതുണ്ട്, മലയാളത്തിലുള്ള എല്ലാ ആലിമികളും. നമുക്കറിയാലോ, ലോകത്തെ ഒട്ടുമിക്ക ഭാഷയിലും ഖുറാൻ്റെ പരിഭാഷ ലഭ്യമാണ്. അത് തന്നെ ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ നിങ്ങൾ പറയാം അത് ആ സംഘടനൻ്റെ ആളല്ലേ, ഈ സംഘടന അതിനു വേണ്ടിയിട്ടാണ്. അതൊരു നിഗൂഢമായിട്ട് തന്നെ നിന്നോട്ടെ. അങ്ങനെ നിൽക്കുന്നതാണ് എനിക്കും നല്ലത്. നിങ്ങൾ ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി. ഞാൻ എല്ലാം റെഫർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പിന്നെ ഉണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടെ പറയാം, ഞാൻ തിരുത്താൻ തയ്യാറാണ്. നിങ്ങൾ ആധികാരികമായിട്ട് ഇന്ന വിഷയം ഇന്നതാണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ആധികാരികമായിരിക്കണം. അത് ആധികാരികമല്ലാത്ത പലരും അത് എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ കാര്യമില്ലല്ലോ. ആധികാരികമായിട്ട് സ്വഹീഹായ ഹദീസിൻ്റെ റിവായത്ത് പ്രകാരം വിശുദ്ധ ഖുർആനെ മുൻനിർത്തിക്കൊണ്ട് വിഷയം നിങ്ങൾ പറയണേ, ഓക്കെ. അതല്ലാത്ത രീതിയിൽ നമ്മൾ ഞങ്ങൾ അങ്ങനെയാണ് പഠിച്ചത്, അങ്ങനെ ഒന്നും പറയരുത്. അതിലൊന്നും കാര്യമില്ല, കഴമ്പില്ല. അപ്പോൾ വളരെ വിനയാന്വിതമായിട്ട് പറയാനുള്ളത്, വിനയത്തോടെ പറയാണ്, എൻ്റെതൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ എന്നെ നിങ്ങൾ കുരിശിലേറ്റണ്ട. നമ്മൾ ഒരു പ്രയോഗം പറയാണ്, അങ്ങനൊരു സംഭവമില്ല, കുരിശിലേറ്റിട്ടുമില്ല. ഈസാ നബി കുരിശിൽ തറക്കപ്പെട്ടിട്ടില്ല, ഖുർആൻ സാക്ഷ്യമാണ്. പക്ഷേ ആ വിഷയം ഗൗരവത്തിൽ പറയാണ്. അതോടൊപ്പം പിന്നെ ഞാൻ അവലംബിക്കുന്ന തഫ്സീറുകളെല്ലാം ഉണ്ട്, മലയാളത്തിൽ കിട്ടുന്ന എല്ലാം വായിച്ചിട്ട് അതിൻ്റെ വിശുദ്ധമായ, ഞാനൊരു ഫാത്തിഹയുടെ 1 മണിക്കൂർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ 1 മണിക്കൂറിന് ഒരാഴ്ചയോളം ഇരുന്ന് പഠിച്ചിട്ടാണ്, ഒരാഴ്ചയോളം അതിനു വേണ്ടി മാത്രം ഇരുന്ന് പഠിച്ചിട്ടാണ് അത് പിന്നെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഓരോ ആയത്തുകളും എത്രയോ മണിക്കൂറുകൾ ഇരിക്കണം ഇതിന് പിന്നിൽ, എന്നിട്ടാണ് തഫ്സീർ. കാരണം ഒരു ആലിമായിട്ടുള്ള വലിയ പണ്ഡിതനല്ല, അതും ചേർത്ത് പറയാം. ഞാൻ വലിയൊരു ആലിമൊന്നും അല്ല. എൻ്റെതായ അറിവുകളിൽ നിന്നുകൊണ്ട്, പരിമിതി നിന്നുകൊണ്ട് പഠിച്ച ശേഷമാണ് ഇത് പറയുന്നത്. അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യണേ അള്ളാഹ്. എനിക്ക് ഒരു കാര്യം, ആമുഖ പ്രഭാഷണത്തിൽ ഒരു കാര്യം ചേർത്ത് പറയാനുള്ളത്, ഈ സംഘടനാ സങ്കുചിത്വ ബോധം നല്ല നിലക്ക് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. പണ്ട് ഒരുപക്ഷെ ഇത്ര സ്ട്രോങ് പണ്ടുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ, പക്ഷെ ഒരുതരം അന്ധമായ, ഇപ്പോൾ സലാം പറയാൻ പാടില്ല, അവരെ അടുത്ത് നമ്മൾ പോകരുത്, അല്ലെ കല്യാണത്തിൽ പങ്കെടുക്കരുത്, അതിൽ പോകരുത്, ഇതൊക്കെ പറയുന്ന ഒരു വർഗീയ ചിന്താഗതിയിലേക്ക് ചിലരെങ്കിലും മാറുന്നുണ്ട്. അവരുടെ കൈക്ക് പിടിക്കണം എന്നുള്ള കാരണം, ഒരു ലെവൽ, ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമുദായത്തിൽ തന്നെ മുസ്ലിം നാമധാരികൾ കള്ളും കഞ്ചാവും പിന്നെ വെട്ടിക്കൊല, ഉമ്മാനെ വെട്ടിക്കൊല്ലുന്നു, ഇങ്ങനൊക്കെ ഒരു അവസ്ഥയിലേക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇതൊന്നും നമ്മൾ കണ്ടില്ല എന്ന് അടിച്ചിട്ട് നമ്മളിവിടെ അടി കൂടിയിട്ട് നമ്മുടെ അപ്പുറത്ത് ഞങ്ങളെ പള്ളി, ഒരേ വീട്ടിൽ നിന്ന് തന്നെ 2 പള്ളിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. ഒരേ വീട്ടിൽ നിന്ന് രാവിലെ സുബഹി നിസ്കരിക്കാൻ ഇറങ്ങുക 2 പള്ളിക്ക് അല്ലെ 3 പള്ളിക്ക്, തൊട്ടപ്പുറത്ത് പള്ളി ഉണ്ടായിട്ട് വണ്ടി എടുത്ത് പോകും എൻ്റെ പള്ളിയിൽ എത്താൻ വേണ്ടിയിട്ട്. പഠിച്ചവൻ്റെ പള്ളിയായിട്ട് കണ്ടാൽ പോരെ. എന്തിനാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉമ്മത്തിന് ഖൈറാണ്. അത് പോസിറ്റീവ് ആണെങ്കിൽ, നിർമ്മാണാത്മകമാണെങ്കിൽ, സർഗാത്മകമാണെങ്കിൽ അത് സമുദായത്തിന് ഗുണമുള്ള കാര്യമാണ്, സമൂഹത്തിന് ഗുണം. പക്ഷെ നാശാത്മകമായിട്ടുള്ള ചില, ഒരു അനുഭവം പറയാം. ഞാനിങ്ങനെയുള്ള അനുഭവങ്ങൾ ഖുറാൻ ക്ലാസ്സിലൊക്കെ പറയുന്നുണ്ട്. അത് ആ അനുഭവങ്ങളും കഥകളുമായിട്ട്, ഖുറാൻ തന്നെ അങ്ങനെയാണല്ലോ, കഥകളുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് എന്തിനാണ് പിന്നെ മൂസ അലൈഹി ഇസ്ലാമിൻ്റെയും മുൻകഴിഞ്ഞു പോയിട്ടുള്ള ചരിത്ര സംഭവങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നത്, അത് നമ്മൾ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയം, സ്ഥാപനം മുസ്ലിം സംഘടനകളുടെ സ്ഥാപനമല്ല കേട്ടോ, അല്ലാത്തൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു എഡ്യൂക്കേഷണൽ സംവിധാനമാണ്. അത് തൊട്ടടുത്തുള്ള ഒരു മഹല്ല് തീരുമാനിക്കുകയാണ്, ഞങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ കൊല്ലമുള്ള ഞങ്ങളുടെ ഒരു ഇഫ്താർ പരിപാടി, നോമ്പ് തുറയിൽ ഇവിടെയുള്ള മറ്റ് മഹല്ലുകളിലെ ആളുകളെയും അവിടുത്തെ പള്ളികളെയും കമ്മിറ്റിക്കാരെയും ഒക്കെ നേരിട്ട് പോയി ക്ഷണിക്കാൻ തീരുമാനിച്ചു. നല്ല തീരുമാനമല്ലേ? ആലോചിച്ച് നോക്കൂ, നല്ല തീരുമാനമല്ലേ അത്? കാരണം ഇങ്ങനെയൊക്കെ അകന്ന് നിൽക്കുന്ന ആളുകളൊക്കെ ഒരു ഇഫ്താറിനെങ്കിലും ഒരുമിച്ച് കൂടെ. രാഷ്ട്രീയക്കാർക്ക് ഇതിനേക്കാൾ ഒരു മാന്യത ഉണ്ട്, മാനർ ഉണ്ട്. അവരൊക്കെ ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ അവർ പുറത്ത് മൈക്കിട്ട് എന്ത് പറയുകയാണെങ്കിലും അവരകത്തൊക്കെ അവരൊന്നാ. അവർ വേറെ രീതിയിലായിരിക്കാം, എന്തായാലും അവരൊന്നാണ്. ഒന്നുമില്ല, കള്ളുകുടിയന്മാർ തമ്മിലുള്ള ഐക്യം പോലും ഈ ഒരു
സമുദായത്തിൻ്റെ നേതൃത്വത്തിലുള്ളവരില്ലല്ലോ, പരസ്പരം പാരവെക്കും പരിഹാസവും വളരെ അശ്ലീലമായിട്ട്. എനിക്ക് പണ്ടൊരു സഹോദരൻ കേൾപ്പിച്ചു തന്നു, ഈ സ്റ്റേജിൽ ആലിമീങ്ങളായിട്ടുള്ള ഉസ്താദുമാർ, വലിയ പ്രഭാഷകർ പറഞ്ഞ തെറികൾ മാത്രം കട്ട് ചെയ്തിട്ടൊരു വീഡിയോ നിങ്ങൾ കണ്ടാൽ വെറുത്തു പോകും. പറയുള്ളവർ നമ്മൾ ഈ സമുദായ നേതൃത്വങ്ങളെ തന്നെ വെറുത്തു പോകും. അത്രക്ക് മേൽ വഷളമായ രീതിയിൽ പരസ്പരം ചളി വാരി എറിഞ്ഞിട്ട് അത് ഒരു ഘട്ടം, ഒരു ഘട്ടം അങ്ങനെ കഴിഞ്ഞു പോയി. രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ സോഷ്യൽ മീഡിയ ആണ്. എല്ലാവരും പിന്നെ നമ്മൾ പറയില്ല വാളെടുത്തവൻ വെളിച്ചപ്പാടാന്ന് അറിയില്ലേ, എല്ലാവരും അവിടെ ഉസ്താദാവുകയാണ്. എല്ലാവരും ദീനിൻ്റെ അടുക്ക് മേലടുക്ക് കയറി നിന്നിട്ട് തോന്നിയതൊക്കെ വിളിച്ച് പറയാം. എന്നിട്ട് പബ്ലിക്കാണ് ഒരു ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ വൈഫായ ഹദീസോ ഏതെങ്കിലും ആളുകൾ പറഞ്ഞ കോട്ടിങ്സ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കും. ഇതൊക്കെ വളരെ അപകടകരമായ അവസ്ഥ. എത്ര ആളുകൾ വഴിതെറ്റിക്കുന്ന അറിയാം സോഷ്യൽ മീഡിയയിലൂടെ. അതേ സോഷ്യൽ മീഡിയയാണ് നമ്മൾ നന്മക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നത്, അള്ളാഹ് സ്വീകരിക്കട്ടെ. പക്ഷേ ഈ വിഷയം അവിടെ കിടക്കുന്നുണ്ട്. സംഘടനക്കാർ ഈ വിഷയത്തിൽ ബോധവാന്മാരാകണം എന്ന ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. സംഘടന സങ്കുചിതത്വ ബോധത്തിൽ നമ്മൾ കുറച്ചൊന്ന് കരകയറേണ്ടതുണ്ട്. അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു തുടങ്ങേണ്ടതുണ്ട്. ഇപ്പോൾ ഈ NRC-CA ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മളൊന്ന് ഒന്നിച്ചിരുന്നു. പല വിഷയത്തിലും മഹല്ലുകൾ ഒന്നടങ്കം ഒരുമിച്ച് ഒരു കുടക്കീഴിൽ നിന്ന് റാലികളൊക്കെ നടത്തി. ഇപ്പോഴും അതൊക്കെ തുടരുന്ന നാടുകളുണ്ട്. പക്ഷേ അപവാദം എന്ന് പറയട്ടെ, ചില ഉസ്താദുമാരുടെ ചില നാട്ടിലെ പ്രവർത്തനങ്ങൾ, എൻ്റെ നേരിട്ടുള്ള അനുഭവം പറയാം. അങ്ങനെ ഈ മസ്ജിദിൽ വരെ ഇഫ്താറിന് വേണ്ടി അപ്പുറത്തെ പള്ളിയിൽ ചെന്ന് അവിടെ നിന്ന് നിസ്കരിച്ച് അവിടുത്തെ സ്നേഹത്തോടെ അവിടുത്തെ പ്രസിഡന്റിനോട് വിഷയം പറഞ്ഞു. പ്രസിഡന്റിന് വളരെ സന്തോഷമായി, ഇങ്ങനെ ഒരു സംഭവം ഞങ്ങളെല്ലാവരും വരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നിസ്കാരത്തിന് ശേഷം എണീറ്റ് നിന്നിട്ട് ഈ കാര്യം എല്ലാവരും കൂടെ ക്ഷണിക്കണം. അവിടുത്തെ ഒരു സ്കൂൾ ഹെഡ് മാസ്റ്ററും കൂടിയാണ് ഈ മനുഷ്യൻ. അദ്ദേഹം എണീറ്റ് നിന്നിട്ട് ഇങ്ങനെ മഹലിലേക്ക് എല്ലാവരും ക്ഷണിച്ചു. അപ്പോൾ അവിടെ ഉള്ള ഒരു കാരണവനായിട്ടുള്ള ഒരാൾ എണീറ്റ്, അതെങ്ങനെ ശരിയാവുക, ഞങ്ങളാരും വരുന്നില്ല, ഞങ്ങൾക്ക് അവിടെ ഞങ്ങളെ നോമ്പ് ബാത്തിലായി പോകും. അതെന്താ വിഷയം? ഞങ്ങളും തമ്മിൽ 2 മിനിറ്റ് വ്യത്യാസമുണ്ട്. എന്ത് മഗ്‌രിബാങ്ക് കൊടുക്കുന്നത് അല്ല, ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഇവിടുത്തെ ബാങ്കിന് തുറന്നാലും പോരെ, അതിൻ്റെ സമയം നോക്കിയിട്ട്. അങ്ങോട്ടും ബാങ്ക് കേൾക്കുമല്ലോ, അപ്പോൾ എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ബാങ്ക് കേൾക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇവിടെ വിഷയം അതല്ല. അടിസ്ഥാനപരമായിട്ട് പലർക്കും പല താല്പര്യം, സംഘടനാ താല്പര്യങ്ങളാണ്. ആനുകൂല്യാധിഷ്ഠിത പ്രവർത്തകരാണ്. പല നേട്ടങ്ങളും സ്വാർത്ഥ ലാഭങ്ങളും സംഘടനാ സീറ്റും സ്ഥാനമോഹികളും ഒക്കെ ആയിട്ട് സമുദായ നേതൃത്വത്തിൽ നല്ലൊരു വിഭാഗം മാറിയിട്ടുണ്ട് എന്നുള്ള സത്യം നിങ്ങളുടെ മുമ്പിൽ തുറന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷേ അതിൻ്റെ ഇരകളായിട്ടുള്ള, ഞാനൊരിക്കൽ ഒരു പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു സഹോദരൻ അവിടെ വന്നിട്ട് പറയാം, ഞങ്ങളൊക്കെ പണ്ട് ഈ പള്ളിയിൽ വരാറുണ്ടായിരുന്നു സ്ഥിരമായിട്ട്, പിന്നെ ഞങ്ങളില്ലാതായി. അതെന്തേ? ഞങ്ങളെ സംഘടന 2ആയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2ആയി, 3ആയി, 4ആയി, ഇങ്ങനെ പോവുക. വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സംഘടന പാർട്ടി പിളർപ്പിലേക്ക് വരികയാണ്. സംഘടന ഉണ്ടാവണം നല്ലത്, ഇല്ല എന്നല്ല. പോസിറ്റീവ് ആണെങ്കിൽ, സർഗാത്മകമാണെങ്കിൽ ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ വിമർശിക്കുമ്പോഴും ഇന്ന് ഇന്ത്യയിലെ തന്നെ, ഒരു പക്ഷേ ലോകത്ത് മറ്റൊരു രാജ്യത്തും ഇത്രയധികം ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ, ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മത സംവിധാനങ്ങൾ, പള്ളികൾ, സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ, എന്തുമാത്രം മുന്നേറ്റമാണ്. ഇന്ത്യയിൽ തന്നെ മറ്റേത് സംസ്ഥാനത്തിന് അവകാശപ്പെടാൻ പറ്റും മലയാളികൾക്ക്, മലയാളി മുസ്ലിങ്ങൾ തലയെടുപ്പോടെ ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. ഇതിൻ്റെ പിന്നിൽ സംഘടനകളുടെ അല്ലെങ്കിൽ മുൻകഴിഞ്ഞ നമ്മുടെ പ്രവർത്തകർ, മഹത്തുക്കളായിട്ടുള്ള കർമ്മയോഗ്യന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, അവർ വഴി തെളിയിച്ച അവരുടെ പാതയാണ്. അവരൊക്കെ ചോര നീരാക്കി ഉണ്ടാക്കി കെട്ടിപ്പടുത്ത സംവിധാനങ്ങളാണ് ഇന്ന് പലരും പല വർഗീയ വിഷം ചീറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് പോട്ടെ, കള്ളുകൂടിയന്മാർക്കുള്ള ഐക്യം പോലും നമ്മൾ തമ്മിലില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും കലിമ പറഞ്ഞവരല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവർ, 5 നേരം സുജൂദ് ചെയ്യുന്നവരല്ലേ, അള്ളാഹിൻ്റെ മുമ്പിൽ ആ ഒരു കാര്യം പോലും മറന്നിട്ട് ഇങ്ങനെ ഒരു നിലപാടുള്ള ഒരവസ്ഥ നിലവിലുണ്ട് എന്നത് നിങ്ങൾ അംഗീകരിക്കുന്ന കാര്യമല്ലേ. ഞാൻ പറയുമ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്നതല്ലേ. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ കരകയറണം. നമ്മുടെ സംഘടന ശരിയാണ്, പക്ഷെ അവർ നല്ലത് ചെയ്യുന്ന നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട്. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മളിപ്പോൾ ചൂരൽമലയിൽ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് നമ്മുടെ എല്ലാ മതസംഘടനകളുടെ ആളുകളും മറ്റേ യൂണിഫോം ഇട്ടിട്ട് ഇങ്ങനെ വ്യത്യസ്തമായ വർണ്ണങ്ങളിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. എല്ലാവരും രാഷ്ട്രീയ ഇതല്ലേ മനുഷ്യത്വം, ഇതല്ലേ വിശുദ്ധ ഖുർആൻ്റെ അന്തസത്ത. അള്ളാഹിൻ്റെ വിഷയത്തിലെ ഒരു കാര്യം, എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹിൻ്റെ വിഷയത്തിലുള്ള ഇബാദത്തുകളിൽ വീഴ്ച വന്നാൽ അള്ളാഹ് നമുക്ക് പുറത്തു തരും. നിസ്കാരത്തിൽ വീഴ്ച വന്നാൽ ഒരു പക്ഷേ അള്ളാഹ് പുറത്തു തരും. ഹജ്ജിന് പോകാൻ പറ്റില്ല, അള്ളാഹ് പുറത്തു തരും.
ഉംറ ചെയ്യാൻ പറ്റിയില്ലേ? അടിസ്ഥാന വിഷയങ്ങളൊക്കെ അവിടെ കിടക്കുക. പക്ഷെ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട മാമലാത്തിൽ ഇടപാടുകളിൽ വീഴ്ച വന്നിട്ടുണ്ടോ? അള്ള പൊറുക്കൂല. മനുഷ്യർ തന്നെ പുറത്തു തരണം, എന്നാലേ അള്ള പുറത്തു തരുള്ളൂ. തൗബ ചെയ്യുന്നതിൻ്റെ മുമ്പ് അതൊക്കെ നമ്മൾ ശരിയാക്കണം. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, മനുഷ്യ വ്യക്തിബന്ധങ്ങളെ ചേർത്ത് നിർത്താനുള്ള, ഒന്നിച്ചു നിർത്താനുള്ള, ഉമ്മത്തിനെ ഒരുമിപ്പിക്കാനുള്ള മുഹമ്മദ് റസൂലുള്ളാഹിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഒരിക്കലും ഇങ്ങനെയുള്ള ഈ ചോദ്യങ്ങൾ എന്നെ ഏറ്റവും പ്രയാസപ്പെടുത്തി എന്നുള്ളത് പറയാനാണ് ഇത്രയും പറഞ്ഞത്. ആമുഖ പ്രഭാഷണത്തിൽ പലരും വിളിച്ചിട്ട് സംഘടന ഏതാണെന്നാണ് ചോദിക്കുന്നത് ഓപ്പണായിട്ട്. അപ്പം ഞാൻ മറുപടി പറയുന്നത് ഇതാ: ഞാൻ ഈ വിശുദ്ധ ഖുർആനിൻ്റെ ഒന്നും ഞാനിതിൽ പറയണില്ല, എൻ്റെ ഒരു ഒപ്പീനിയനും ഇതിൽ പറയണില്ല. ഈ ആലിമീങ്ങളായ ഉസ്താദുമാർ അവർ എത്ര വർഷം, 25 വർഷം 30 വർഷമൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ പകുതിയിലധികം ഇരുന്ന് പഠിച്ചിട്ട് എത്രയോ തഫ്സീറുകളും ഒക്കെ പഠിച്ച് ചികഞ്ഞ് പരിശോധിച്ചിട്ടാണ് അവർ ഈ ഒരു ഭാഷാന്തരം മലയാളത്തിലേക്കാണെങ്കിലും മറ്റ് ഭാഷകളിലാണ് അവർ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെങ്ങോട്ട് ഭാഷാന്തരം ചെയ്യുന്നതിലപ്പുറത്തേക്ക് എൻ്റെ ചില ജീവിതാനുഭവങ്ങളെ ഇതിനായിട്ട് ബന്ധപ്പെടുത്തുന്ന വിശദീകരിക്കുന്നതിലപ്പുറത്തേക്കൊന്നുമില്ല. അള്ളാഹു ഇൽമിൽ ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു അവിവേകം എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കലാമിൻ്റെ വിഷയത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടി മണിക്കൂറുകളോളം ഇരുന്നിട്ട് പഠിച്ചിട്ടാണ് ഇത് പറയണം. അള്ളാഹുവേ, എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ പുറത്തു തരണേ അള്ളാഹ്. നിങ്ങളോടും പറയാണ്, എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് പറയാം, ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഇനി വീഡിയോ ഡിലീറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് രണ്ടാമത് അപ്ലോഡ് ചെയ്യാൻ അതിനും തയ്യാറാണ്, ഒരു പ്രശ്നവുമില്ല. ഒരിക്കലും ഇത് നെഗറ്റീവ് ഫലം ഉണ്ടാക്കരുത് പ്രിയമുള്ളവരെ. പിന്നെ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതിൻ്റെ നീയത്ത് അലല്ലാഹ് വജുഹുല്ല, അള്ളാഹിൻ്റെ അടുക്കുന്ന കൂലി കിട്ടുക എന്നുള്ള അപ്പുറത്തേക്ക് ഒരു നീയത്ത് ഇതിലില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ നാളെ കൊണ്ടെത്തി നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ്റെ പരിഭാഷ പഠിക്കാൻ എന്നിലൂടെ സാധ്യമായി എന്ന് മുത്തു റസൂലിൻ്റെ മുമ്പിൽ നിന്ന് പറയാൻ പറ്റുന്ന ഒരു വലിയ ഭാഗ്യമല്ലേ എൻ്റെ പ്രിയമുള്ളവരെ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ്, നിങ്ങൾ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. നിങ്ങളോട് എൻ്റെ താഴ്മയായ അപേക്ഷ, നിങ്ങളിത് കേട്ട് പഠിച്ചാൽ പോരാ, നിങ്ങൾ പഠിപ്പിക്കുകയും വേണം. ഇനി എൻ്റെ ഒരു ഓറിയൻറ്റേഷൻ കൂടെ പറഞ്ഞുതരാം. വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രഭാഷണം കേൾക്കാൻ, എനിക്ക് പാട്ടിനോടും മ്യൂസിക്കിനോടൊന്നും താല്പര്യമില്ല. മ്യൂസിക്കൊക്കെ കേൾക്കുമ്പോൾ എപ്പോഴും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്താണ് ഈ ബഹളം എന്നാണ്. ഒരിക്കലും സ്കൂളിലെ കുട്ടികളെ കൂടെ ടൂറ് പോയപ്പോഴാണ് ഇവർ ഇടിച്ച് ചാടി കളിച്ച് പഠിച്ചവനെ, ഒരു കുട്ടി എൻ്റെ മേലേക്ക് വീണപ്പോൾ ഞാൻ പറഞ്ഞു, ചുണ്ട് പൊട്ടി ചോര വരുന്നിടാറുണ്ട്. അതൊന്നും സാരില്ല സാറേ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പിന്നെ ഡാൻസ് ചെയ്യണം. ഒരുപാട് നമുക്ക് പരിമിതിയുണ്ട്. ഒരു സെക്കുലർ സ്കൂളിൽ പിന്നെ ഉള്ള പാട്ടൊക്കെ നിർത്താൻ നമുക്ക് പരിമിതിയുണ്ട്. പക്ഷെ ഞാൻ അതിന് പോകാൻ പിന്നെ എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ടൂർ പോയില്ല. ഇത്രയും വഷളമായിട്ട് ഡാൻസ് ചെയ്തിട്ട് എന്താണ് നെഞ്ചൊക്കെ കുലുങ്ങണ്, ഭൂമി കുലുങ്ങുന്ന മാതിരി ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കുലുങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെത്തുന്നു. ഇതൊക്കെ എന്തിനാണ് ഇനി നീതീകരിക്കാൻ കഴിയുക എനിക്കറിയില്ല. പക്ഷെ ആ കാലഘട്ടത്തിലും ചെറുപ്പത്തിലും കുട്ടിക്കാലത്തും എൻ്റെ മനസ്സിൽ വിശുദ്ധ ഖുർആൻ, അതോടൊപ്പം ഇത്തരം പ്രഭാഷണങ്ങൾ ധാരാളമായിട്ട് കുട്ടിക്കാലത്ത് കിട്ടുന്ന ടാപ്പ് റെക്കോർഡ്, പണ്ട് കിട്ടിയ ടാപ്പ് റെക്കോർഡ്, വളരെ ചെറിയ കേസറ്റ് ഇട്ടിട്ട് എവിടുന്നാണ് കിട്ടുന്നത്? എവിടെയൊക്കെ പോകും, ഞാൻ മലപ്പുറത്ത് പോകും, കോഴിക്കോട് പോകും, ടൗണിലൊക്കെ പോയാൽ ആദ്യം തരും നല്ല നല്ല പ്രഭാഷണങ്ങൾ, ഏതാണ് ഏറ്റവും നല്ല പ്രഭാഷണം, അത് കേട്ടിരിക്കുമായിരുന്നു ധാരാളം കേട്ട് കേട്ട്. അപ്പോൾ ഈ കേൾക്കുന്ന പ്രഭാഷണങ്ങളിലൊക്കെ അന്തസ്സത്ത് എനിക്ക് മനസ്സിലായി ഖുർആനാണ്. ഖുർആൻ കോട്ട് ചെയ്താണല്ലോ ഇവരൊക്കെ സംസാരിക്കുന്നത്. അപ്പം ഖുർആൻ പഠിക്കണം. അങ്ങനെയാണ് ഖുർആനിലേക്ക് എത്തുന്നത്. ഞാൻ അടുത്ത പള്ളികളിലൊക്കെ പോയാൽ ആദ്യം ഖുർആനിൻ്റെ പരിഭാഷ എവിടെയെങ്കിലും ഉണ്ടോ അതിങ്ങനെ നോക്കി നടക്കും. പിന്നെ ഞാനൊരു പിന്നെ ചെറുപ്പത്തിൽ 8ാം ക്ലാസ് എത്തുന്നതിന് മുമ്പ് തന്നെ ഒന്ന് 2-3 പരിഭാഷകൾ, വ്യത്യസ്തമായ ഉസ്താദുമാരുടെ പരിഭാഷകൾ വായിച്ചു. എന്ത് മനോഹരമാണ് പഠിച്ചവനെ! ബക്കറ ടു നാസ്. ബക്കറ എന്ന് പറഞ്ഞാൽ മൃഗം, നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. മൃഗത്തിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഖുർആൻ. ഞാൻ എൻ്റെ ഒരു വിശദീകരണം പറയട്ടെ, എൻ്റെ ഒരു അനുഭവം പറയാം. ആയിരക്കണക്കിന് കഥകളിലൂടെ ലോക ചരിത്ര അങ്ങ് തുടങ്ങുകയാണ്. വൈദ ഖാല റബ്ബുക ലിൽ മലായികത്തി, 6ാമത്തെ പേജിലെ സൂറത്തുൽ ബഖറയിൽ അങ്ങ് തുടങ്ങുക സ്വർഗ്ഗലോകത്തു നിന്ന് യാത്ര. എന്നിട്ട് ഇങ്ങനെ അവസാനിക്കുക മുഹമ്മദ് റസൂലുള്ളാഹിയിലേക്ക് മാത്രമല്ല, ലോകാവസാനത്തിലേക്ക്, പരലോകത്തേക്ക്, അങ്ങ് പിന്നെ ഹെറാഫ്റ്റർ, സ്വർഗ നരക ജീവിതങ്ങളുടെ ഖുർആൻ്റെ ഒരു യാത്രയാണ്, ഒരു ജേണിയാണ്. മാഷാ അല്ലാ, നിങ്ങൾ എത്ര പേര് പഠിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ? ഒരു പ്രാവശ്യം ജീവിതത്തിൽ വായിക്കാത്ത എനിക്ക് വലിയൊരു സങ്കടവും എന്നാൽ വലിയ അത്ഭുതം തോന്നിയൊരു കാര്യം. ഒരിക്കലൊരു കോഴിക്കോട്ടേക്ക് യാത്ര പോണ വഴിയിൽ വെച്ചിട്ട് ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയ സന്ദർഭത്തിൽ ആ പള്ളിയിൽ ഒരു മനുഷ്യനുണ്ട്, ഇങ്ങനെ ഖുർആൻ വന്നു. അപ്പോൾ അയാൾ പറഞ്ഞു 32ാമത്തെ പ്രാവശ്യമാണ് ഖത്തം തീർക്കുന്നത്. 32ാമത്തെ പ്രാവശ്യം. അപ്പോൾ 31 പ്രാവശ്യം തീർത്ത വയസ്സുള്ള ആളാണ്, 10-62 വയസ്സായിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇതിൻ്റെ അർത്ഥം എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും മലയാളം? ഇല്ല. അതൊക്കെ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ ചെയ്യേണ്ട കാര്യമാണ്.
ഈ ഒരു നിലപാടിൽ ജീവിക്കുന്ന എത്രയോ ആളുകൾ ജീവിച്ച് മരിച്ചുപോയി പ്രിയമുള്ളവരെ, മലയാളികൾ. നിങ്ങൾ അങ്ങനെ ആകരുത്. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരോടും പറയണം, ഖുർആൻ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ മുഴുവൻ വായിക്കാൻ. ഏഹ് എത്ര നിങ്ങൾ ഏത് സംഘടനയാട്ടെ, നിങ്ങൾ ആ സംഘടനയിലുള്ള ഉസ്താദുമാരുടെ വായിച്ചോളൂ. നിങ്ങൾ അപ്പുറത്തതല്ലേ നിങ്ങൾക്ക് പേടിയുള്ളൂ. അവരോട് പറയാ, അവരോട് സംഘടനാ പക്ഷപാതികളോട് പറയാണ്, നിങ്ങളുടെ സംഘടനയുടെ ഉസ്താദന്മാർ എഴുതി മലയാളീകരിച്ച പരിഭാഷ വരുത്തി അതെടുത്ത് നിങ്ങൾ വായിച്ചോളൂ. എന്നിട്ടെങ്കിലും നിങ്ങൾ വായിക്കുമെന്നാണ്. കാരണം ഇത് വായിച്ചു കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും. ജീവിതത്തിൽ ഒരു ഇസ്ലാമിനെ പറ്റി ഒരു അടിസ്ഥാന കാഴ്ചപ്പാട് നമുക്കുണ്ടാവും. അള്ളാഹു എന്ത് പറയുന്നു, ദീൻ എന്ത് പറയുന്നു, എന്താണ് ദുനിയാവിലെ ജീവിതം, എന്താണ് പാരത്രിക ജീവിതം, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ ഒരു ലക്ഷ്യബോധം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുന്ന പിന്നെ ഈ ഖുർആൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഇപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ പഠിച്ച ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ. നിങ്ങൾ ഈ ഈമാൻ ഉൾക്കൊണ്ട്, വിശ്വാസം ഉൾക്കൊണ്ടിട്ട് നിങ്ങൾ എങ്ങനെ ഈ ചീത്തപ്പേര് വിളിക്കുന്നത്? എന്ത് നീചമായ പ്രവൃത്തിയാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുക. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ചെന്ന് നോക്കുമ്പോൾ കുട്ടികളൊക്കെ വിളിക്കുന്നത് ചീത്തപ്പേരാണ്, പരസ്പരം ചീത്തപ്പേര്. എന്നെ പല പേരിട്ടാട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു. എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നവരോട് തന്നെ ഞാൻ തിരിച്ച് പേരാ വിളിക്കുക. പിന്നെ അവർ ഇത് മാറ്റും, പിന്നെ പേരെന്നെ വിളിക്കാൻ തോന്നും. ടീച്ചേഴ്സിനെ മുഴുവൻ ഇൻസൾട്ട് ചെയ്തിട്ട് പല പേരും മോശപ്പേരിട്ടിട്ടാണ് വിളിക്കുക. മദ്രസയിൽ വരെ ഉസ്താദുമാരെ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് വിശുദ്ധ ഖുർആനെതിരല്ലേ? നിങ്ങൾ ഉഫ് എന്നുള്ള പദം, ഉഫിം വലാ തൻഹറും, നിങ്ങളെ വാലിദ് പാരൻസിനോട് ഉഫ് എന്ന പദം എന്ന് പോലും പറയരുത്. അത് പഠിച്ചാൽ പോരല്ലോ, തദബ്ബറാവണ്ടേ, ജീവിതത്തിൽ അത് പ്രാവർത്തികമാവണ്ടേ. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും മാറും. അള്ളാഹ് അതിന് തൗഫീഖ് ചെയ്തിട്ടുണ്ടെങ്കിലും, മുത്തക്കിയാണെങ്കിലും മാറും. തഖ്വ ഉണ്ടെങ്കിലും ഖുശൂഅ ഉണ്ടെങ്കിലും ഒക്കെ നമ്മളത് മാറ്റം നമ്മുടെ ജീവിതത്തിൽ മെല്ലെ മെല്ലെ വന്നു തുടങ്ങും. അപ്പോൾ വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തുകയും ഖുർആന് വേണ്ടി ജീവിതം മാറ്റി വെക്കുകയും ചെയ്ത് ജീവിതത്തിൻ്റെ പകുതിയിലധികം, ഇപ്പോൾ ഒരാൾ 25 കൊല്ലം 30 കൊല്ലമൊക്കെ ഈ തഫ്സീറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ, ഒരാളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗമല്ല അത്, ജീവിതത്തിൻ്റെ കാമ്പല്ല അത്. കുട്ടിക്കാലം ഒരു 10-20 കൊല്ലം അങ്ങനെ ജീവിച്ചു പോയി, പിന്നല്ലേ ഇത് തഫ്സീറിലേക്കൊക്കെ വരിക. അപ്പോൾ ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം മാറ്റിവെച്ച ആ മഹത് പണ്ഡിതന്മാരുടെ ആ തഫ്സീറിനെ ഒന്ന് പഠിച്ചിട്ട് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഞാൻ മലയാളത്തിൽ സംസാരിക്കുക മാത്രമേ, എൻ്റെ ഇൽമ് ഇതിൽ ചേർക്കണില്ല, ചില അനുഭവങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഇവിടെ വിഷയമല്ല. എന്നാൽ അവിടെ തജ്വീദിൽ ഞാനിങ്ങനെ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ഇനി സംഘടന ചെയ്യണ്ട, അതൊന്നും ഒരു ശരിയായ നടപടിയല്ല. നമ്മൾ എങ്ങനെയാണ് നമ്മളതിനെ നീതീകരിക്കാനാവുക? നമ്മളെന്താ ഇപ്പോൾ വിചാരിക്കുന്നത്, നമ്മുടെ സംഘടനക്കാർ മാത്രം സ്വർഗത്ത് പോയാൽ മതി എന്നാണ്? നമുക്കെല്ലാവരും പോകണ്ടേ? നമ്മുടെ നാട്ടുകാരും എല്ലാവരും എത്തണ്ടേ അങ്ങോട്ട്? നമ്മളെ അഹലിലുള്ളവരും കുടുംബക്കാരൊക്കെ അങ്ങോട്ട് എത്തണ്ടേ? അങ്ങനെയല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? അപ്പോൾ ഈ അന്ധമായിട്ടുള്ള സംഘടനാ സങ്കുചിതത്വ ബോധത്തിൽ നിന്ന് അങ്ങനെയുള്ള ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ മാറി ഒന്ന് ഇടയ്ക്കൊക്കെ അപ്പുറത്തെ പള്ളിയിലൊക്കെ ഒന്ന് പോയി നോക്കുക, എന്താണ് നടക്കണമെങ്കിലും അറിയാലോ. ഓരോ പുസ്തകങ്ങളൊക്കെ എടുത്തൊന്ന് വായിച്ച് നോക്കുക. നമ്മുടേത് മാത്രം, നമ്മുടെ കണ്ണട മാത്രം വെച്ച് ആ കണ്ണിൽ തന്നെ എല്ലാം കാണണ്ട. എല്ലാവരോടും പറയാനുള്ള ആട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കുക, എന്നാൽ അപ്പുറത്തെ പള്ളിയിലൊക്കെ ഒന്ന് കയറി നോക്കുക ഇടയ്ക്കൊക്കെ. ഇനിയിപ്പോൾ അറബി മലയാളം, ഇപ്പോൾ അതൊക്കെ അല്ലേ വിഷയം, ഖുതുബ അറബി വേണോ മലയാളം വേണോ? അതെന്താ ലോകത്തില്ല, ഇപ്പോൾ തമിഴ്നാട്ടിൽ തമിഴിലില്ലേ, ഹിന്ദി ഇല്ലേ, ഉറുദു ഉണ്ട്. ഇപ്പം UAE-ലാണല്ലോ എല്ലാ ഭാഷയിലും, ഉറുദുവിൽ അവിടെ കാണാൻ, തമിഴിലപ്പുറത്ത് എല്ലാ ഭാഷയിലും അവിടെ നടക്കണില്ല. ഇംഗ്ലീഷിൽ ഞാൻ പോയിട്ടുണ്ട്, എല്ലായിടത്തും ഇംഗ്ലീഷിൽ പോയിട്ടുണ്ട്. ഉറുദുവിൽ എന്ത് രസമാണ്, ഉറുദുവിലെ ഖുതുബ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർമായ എന്നൊക്കെ പറഞ്ഞ് എന്ത് രസമാണ് കേൾക്കാൻ തന്നെ. ഇംഗ്ലീഷിൽ എന്ത് സ്റ്റാൻഡേർഡാണ്. ഞാൻ അവിടെ പിന്നെ UAE-ലുള്ള സമയത്ത് ഒരു ഇംഗ്ലീഷ് പിന്നെ കേൾക്കാൻ ഭയങ്കര എന്ത് രസകരമായിട്ട് അവരുടെ ഉസ്താദുമാരുടെ പ്രസൻറ്റേഷൻ. ഒരു യൂറോപ്യൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പോലെ വളരെ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ ഖുതുബ പറയുന്ന ആൾ. അറബി എന്ത്, നമ്മുടെ അറബിയൊക്കെ എന്ത് അറബി. അവിടുത്തെ ഖുതുബയിൽ, നമ്മൾ ഗൾഫിൽ GCC-ലൊക്കെ അവിടുത്തെ ഖുതുബ 10 മിനിറ്റേ ഉണ്ടാവും കേട്ടോ. എന്ത് മനോഹരമായിട്ടാണ് വിഷയങ്ങൾ സമർത്ഥിക്കുന്നത്. കൃത്യമായ ഹദീസും ഖുർആൻ്റെ ആയത്തും കോട്ട് ചെയ്തുകൊണ്ട് ആണും അളവ് അങ്ങോട്ടും ഇങ്ങോട്ടല്ല, അത് കൃത്യമായ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. മാഷാ അല്ലാ, അറബ് ഖുതുബകൾ ഇതൊക്കെ എല്ലാവർക്കും തയ്ക്കും. ഇവിടെ അറബി കേൾക്കുന്ന ആൾക്കാർ ഇടയ്ക്കൊന്നും മലയാളം കേൾക്കാൻ പോയിക്കോ, ഒരു കുഴപ്പമില്ല, ഒന്നും സംഭവിക്കൂല. മലയാളികളോടും പറയാനുള്ളത്, മലയാളം പള്ളിയിൽ തന്നെ പോകണമില്ല, ഇടയ്ക്ക് അറബി പള്ളിയിലും പോയിക്കോ, നിങ്ങളെ ഖുതുബൊന്നും ബാത്തിലാവില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരും. ഇപ്പം ചെറിയ നിസ്സാര വിഷയത്തിൽ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളൂ. ഖുർആൻ ഒന്നാണ്, നമ്മുടെ കലാം ഒന്നാണ്, നമ്മുടെ മുഹമ്മദ് റസൂലുള്ള ഒന്നാണ്, നമ്മുടെ അള്ളാഹുവിൻ്റെ ഏകദൈവ വിശ്വാസികളാണ്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും മനസ്സിലാക്കണ്ടേ? ഓര് പിഴച്ചവരാണ്, ഇവർ കാഫിർ. നിങ്ങൾക്ക് ആരാ ഇതിനൊക്കെ സർട്ടിഫിക്കറ്റ് തന്നത്? അന്ധമായിട്ട് എന്തൊക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ്. പണ്ട് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു
വൃത്തികേടുകൾ മാത്രം ഈ കേരളത്തിലെ മലയാളികളായിട്ടുള്ള പ്രഭാഷകർ നടത്തിയ വൃത്തികേടുകൾ മാത്രം ഒരാൾ എഡിറ്റ് ചെയ്തിട്ട് ഒന്നാക്കി ഒരു വീഡിയോ ആക്കിയിട്ട് കണ്ടങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഇത്രമാത്രം തെറികളായി. ഇതൊക്കെ നമ്മുടെ ഒരു വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് വരേണ്ട കാര്യങ്ങളാണ്. ഈ സംസാരത്തിലൊക്കെ എത്രത്തോളം അതബോട് വേണം നമ്മൾ സംസാരിക്കാൻ. അപ്പോൾ ഈ ആമുഖ പ്രഭാഷണത്തിൽ ഒന്നാമത് പറയുന്നത്, നിങ്ങൾ ഈ മുൻവിധികളൊക്കെ മാറ്റി വെച്ചിട്ട് ഇത് കേൾക്കണം. ഇതിൻ്റെ ഒറ്റ നിയത്തേ ഉള്ളൂ. ഇൻഷാ അള്ളാ നാളെ അള്ളാഹിൻ്റെ ഖുർആൻ്റെ അഹ്ലുകാരായിട്ട് നാളെ സ്വർഗത്തിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേരണം. അതിന് എന്നാലാകുന്ന കോൺട്രിബ്യൂഷൻ മരിക്കണതിൻ്റെ മുമ്പ് ഇതൊന്ന് പൂർത്തിയാക്കാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ എന്ന ദുആണ് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുക. കാരണം അത് പൂർത്തിയാക്കാതെ മരണപ്പെട്ടു പോകരുത്. കാരണം ഇപ്പം നമുക്ക് വിഷയം എന്താ വെച്ചാൽ തഫ്സീർ എല്ലായിടത്തുണ്ട്, ഇതൊന്നും വായിക്കാൻ സമയമില്ല എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ ഈ സംസാരം കേൾക്കുന്ന പലരും പറഞ്ഞ കാറിന്ന് യാത്ര. ഇപ്പം ഷാർജ ടു ദുബായ് 1.5 മണിക്കൂർ 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ എടുക്കും ചില സന്ദർഭത്തിൽ, ട്രാഫിക്കും ബ്ലോക്കും ഒക്കെ ആയിട്ട്. ആ 1.5 മണിക്കൂർ ഇവർ ഇങ്ങനെ ഇതിട്ട് ഇങ്ങനെ കേൾക്കുകയാണ്. മാഷാ അല്ലാ മാഷാ അല്ലാ, അല്ലാ ബർക്കത്ത് ചെയ്യട്ടെ അവിടെ എല്ലാ കാര്യത്തിലും, കുടുംബത്തിലും ജോലി സ്ഥലത്തൊക്കെ അള്ളാൻ്റെ ബർക്കത്ത് ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുക ആത്മാർത്ഥമായിട്ട്. അള്ളാഹു ബർക്കത്ത് കൊടുക്കണേ, കൊടുക്കണേ എന്നാട്ടോ ദുആ ചെയ്യുന്നത്. നമ്മൾ ഒരു മോശം പരിപാടി ഉണ്ട്. മോശം പരിപാടി പറഞ്ഞാൽ ഇടയാളരെ വെക്കുന്ന പോലെ ഒരു സംസാരമുണ്ട് ചില ദുആ ചെയ്യുന്ന ഉസ്താദുമാർക്കൊക്കെ. കേൾക്കുമാറാകണേ അല്ലാ. അതും കടന്നിട്ട് ചിലർ പറയും കൊടുക്കല്ല, അങ്ങനെ ആക്കി കൊടുക്കല്ല, ബർക്കത്ത് ചെയ്ത് കൊടുക്കല്ല. എന്താ അള്ളാഹിൻ്റെ മേലെയാണോ ഓർഡർ ഇടുകയാണോ? നിങ്ങൾ കൽപ്പിക്കുകയാണോ? അള്ളാഹിനോട് കൽപ്പിക്കുകയാണോ? ദുആ അല്ലേ ഇത്? ദുആ അള്ളാഹിനോട് നേരിട്ടാണ് നല്ലത്. കുമാറെന്നല്ലേ ഒരു പള്ളിയിൽ ഒരു ഉസ്താദ് ദീനി വയൽ പറഞ്ഞിട്ട് മുഴുവൻ കുമാർ, ഞാൻ കൈ ഇങ്ങനെ വെച്ചിട്ട് കുടുങ്ങിപ്പോയി. അള്ളാഹുവെ പുറത്ത് കൊടുക്കുമാറാകണേ, ഞങ്ങളെല്ലാവരെയും അവിടെ എത്തിക്കുമാറാകണേ, ഇവിടുത്തെ നാട്ടിൽ ജനങ്ങളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുമാറാകണേ. എന്തേ മോചിപ്പിക്കണേ അല്ലാ എന്ന് പറയാത്ത? അള്ളായിട്ട് ഹബിലിൽ വരീതെന്നല്ലേ, കണ്ഠനാടിയേക്കാൾ അടുത്തവനായ അള്ളാഹിനോട് എന്തിനാ എത്ര അകൽച്ച? അപ്പോൾ പറയും ചിലർ ന്യായീകരിക്കും, അതൊക്കെ ഒരു പ്രയോഗമല്ലേ, ഒരു പ്രാർത്ഥനയുടെ പ്രയോഗമല്ലേ. പ്രയോഗം എന്തിനാണ് ഇങ്ങനെയൊക്കെ നമ്മൾ വളഞ്ഞു മൂക്ക് പിടിക്കുന്നത്? നേരിട്ട് പടച്ചവനോട് പറഞ്ഞൂടെ? അത്രമാത്രം അകലെയാണോ പടച്ചവൻ? മാത്രമല്ല ഒരു ഹൃദയബന്ധല്ലേ അള്ളാഹിനോട്. ഇങ്ങോട്ട് റബ്ബേ ഞങ്ങളെ കാക്കണേ അല്ലാ എന്ന് പറയുന്നതിൻ്റെ അപ്പുറം റബ്ബേ ഞങ്ങളെ കാക്കുമാറാകണേ എന്ന് പറയണോ? കാക്കണേ അല്ല എന്ന് പറഞ്ഞൂടെ? കാക്കല്ല എന്ന് പറയുമ്പോൾ ഇതായില്ലേ, നേരിട്ട് ഓർഡറായി പോയില്ലേ? അപ്പം ദുആയിൽ വരെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇന്ന് അപകടകരമായി വളർന്നുകൊണ്ടിരിക്കുന്ന അന്ധമായ ഒരു അർത്ഥത്തിലുള്ള സംഘടനാ സങ്കുചിതത്വ ബോധത്തിൽ നിന്ന് കരകയറണമേ എന്ന് സംഘടനാ പ്രവർത്തകരായ മുഴുവൻ ആളുകളോട്. അപ്പം നിങ്ങൾ തിരിച്ചു നോക്കി, നിങ്ങളൊരു സംഘടന, ഞാൻ എല്ലാ താവനു അല ബിർരി വ തഖ്വ വ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, എല്ലാ നന്മയിലും പോയിട്ടുമുണ്ട്. സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നന്മകളിലും, അത് ഏത് സംഘടന ചെയ്താലും അതിൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. ബ്രാൻഡിങ് ഒഴിവാക്കിയതാണ്. അത് മാത്രമല്ല, ഞാൻ ഖുർആൻ പഠിപ്പിക്കുന്ന എനിക്ക് എല്ലാ മതസംഘടനയിലുള്ള കുട്ടികളും ഉണ്ട് ഞാൻ പഠിപ്പിക്കുന്ന. കേരളത്തിലുള്ള പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ 10, 15, 20ഓളം രാജ്യങ്ങളിൽ നിന്ന് കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ പഠിപ്പിക്കുന്നു, തജ്വീദ് പഠിപ്പിക്കുന്നു. അപ്പോൾ അത് പഠിപ്പിക്കുമ്പോൾ അതിലെല്ലാ സംഘടനയും എല്ലാവർക്കും മദ്രസ ആവശ്യമാണ്, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതിനൊരു ബ്രാൻഡിങ് ഞാൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഇതിൻ്റെ പിന്നിലും അത് തന്നെ. ഇത്രയും ആളുകൾ കേൾക്കുന്നതും മുൻവിധിയില്ലാതെ കേൾക്കുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇന്ന സംഘടനയുടെ ആളാന്ന് ബ്രാൻഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും ആളുകൾ കേൾക്കില്ലായിരുന്നു. ശരിയല്ലേ? അതുകൊണ്ട് അതങ്ങനെ തന്നെ നിന്നോട്ടെ. ഒരു സംഘടനയുടെ ആളാവാൻ പോകുന്നത് എന്ന് വെച്ച് ഏതെങ്കിലും സംഘടന എതിർക്കുന്നൊന്നുമില്ല കേട്ടോ. മാഷാ അല്ലാ, കേരളത്തിൽ ഇന്ന് ഈ നവോത്ഥാന സംരംഭങ്ങളെല്ലാം ഇന്ന് ഉത്തരേന്ത്യങ്ങൾ നോക്കൂ, ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളും എടുത്ത് നോക്കൂ. നമ്മൾ എത്രമാത്രം മാറി, എത്രത്തോളം പിന്നെ മാറ്റത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ വന്നു. ഇത്രയും വലിയ മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഈ സമുദായത്തിൽ ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും സംഘടനക്കാരാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പിന്നണിയിലൊക്കെ നിന്ന നേതൃത്വം, അത് മുൻകാലത്ത് കഴിഞ്ഞു പോയിട്ടുള്ള മഹാന്മാരായിട്ടുള്ള മഹത്തുക്കളായിട്ടുള്ള, ഇതിനു വേണ്ടിയിട്ട് ചോര നീരാക്കി പണിയെടുത്ത, തലക്കെട്ട് മുറുക്കി പണിയെടുത്തിട്ടുള്ള അത്രയും പിന്നെ ഇതിനു വേണ്ടി ത്യാഗം ചെയ്തിട്ടുള്ള ആളുകൾ, അവരൊക്കെ ഖബറിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് അടിക്കുമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചില കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുമ്പോൾ ഖബറിന്ന് എണീറ്റ് വന്ന് അടിക്കേണ്ടി വരും. കാരണം മഹലിലൊക്കെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നത് കാണുമ്പോൾ അവരൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയെടുത്ത ഒരു സംവിധാനവും സംരംഭങ്ങളും ഇന്ന് പിന്നെ അനുയായികൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്തുമാത്രം മറ്റ് സമുദായത്തിലെ ആളുകളൊക്കെ
അവരൊക്കെ കളിയാക്കുന്ന എന്തോ നേടോ ഇതെന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. പള്ളിയിലൊക്കെ വെച്ച് അടി വിടുക എന്ന് പറഞ്ഞാൽ എന്ത് മോശമാണ്. പള്ളി കമ്മിറ്റിയിൽ തല്ല് വിട്ടുകൊടുത്തൂടെ? ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്? ഇങ്ങനെയൊക്കെ വല്ലാത്തൊരു യുദ്ധമുഖം പള്ളിയിലൊക്കെ അടി നടക്കുന്ന സമാധാന സംരംഭങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തർക്കങ്ങളൊക്കെ? ആർക്ക് വേണ്ടി? സ്ഥാനമോഹികളായിട്ടുള്ള, പ്രത്യേകിച്ച് അള്ളാന്റെ കലാം പോലും പഠിച്ചിട്ടില്ലാത്ത, ഖുർആൻ പോലും അറിയാത്ത, വെറുതെ എന്തേലും ബിസിനസ്സുകാരൊക്കെ പിടിച്ചിട്ട് പള്ളി കമ്മിറ്റിയിലൊക്കെ ചേർത്തതിൻ്റെ ഫലം അത് സമുദായം അനുഭവിക്കണമുണ്ട്. ഇൽമും ദീനും അള്ളാന്റെ പള്ളി കൈകാര്യം ചെയ്യേണ്ടത് തഖ്വയുള്ളവരാണ്. തഖ്വയുള്ളവരാക്കും. തറവാടിത്തൽ ഇന്നിപ്പോൾ എല്ലായിടത്തും അതാണല്ലോ, സംഘടനാ നേതൃത്വം അടക്കം എല്ലായിടത്തും തറവാടിത്തവും മഹിമയല്ലേ നോക്കണുള്ളൂ. അതല്ല, അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അള്ളാഹിൻ്റെ അടുക്കൽ ഇന്ന അക്രമക്കും അൻദല്ലാഹി അത്തഖ, അള്ളാഹിൻ്റെ അടുക്കൽ ഉന്നതന്മാർ അള്ളാഹുവിൽ തഖ്വ പുലർത്തി ജീവിക്കുന്നവർ. അത് ആരാന്ന് അള്ളാഹ്ക്കേ അറിയുള്ളൂ. പിന്നെ നമ്മൾ ആരും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോകണ്ട. എന്നെ സംഘടനക്കാർ സ്വർഗത്ത് പോകുന്നും പറയണ്ട, പോകില്ല എന്നും പറയണ്ട. അത് അള്ളാഹ് നോക്കിയുള്ളൂ. അള്ളാഹു ആലെന്ന് പറഞ്ഞാൽ മതി. അവർ പ്രവർത്തിക്കട്ടെ, നമ്മളും പ്രവർത്തിക്കുക. അവരവരുടെ വഴിയിൽ. അവർക്ക് തടസ്സം നിൽക്കാനും നമ്മൾ പോകണ്ട, അവരെ എതിർക്കാനും പോകണ്ട. അവർ അവരുടേതായ വഴിയിൽ ജീവിച്ചോട്ടെ. നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ്. നമ്മൾ ഒരു കാര്യം പറയാം, ഇപ്പോൾ ഈ ഒരു ജനറേഷനില്ലേ, ഈ 2025 നമ്മളിത് സംസാരിക്കുമ്പോൾ ഈ ഒരു ജനറേഷനിൽ ഒരു അകന്നുപോയി, മക്കളൊക്കെ അകന്നുപോയി. ഈ സംഘടനാ പ്രവർത്തകരുടെ വലിയ ഹാജിയാരാണ്, വലിയ പാർട്ടി പ്രവർത്തകർ. നിങ്ങളെ മക്കൾ തന്നെ, നിങ്ങളെ മക്കളും മരുമക്കളൊക്കെ നിങ്ങളെ കൂട്ടത്തിലുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കി. അവർ ചിലപ്പം നിങ്ങളെ നിർബന്ധം കൊണ്ട് വന്നിരിക്കണമൊക്കെ ഉണ്ടാവും ചില പരിപാടികളിലൊക്കെ. അല്ലാതെ അവരുടെ മനസ്സിലൊന്നുമില്ല. അവരൊക്കെ അകന്നകന്നകന്ന് പോയി. അവരുടെയൊക്കെ ലോകം തന്നെ മാറിപ്പോയി. പലരും വഴിവിട്ട് പോയി. പണ്ടൊന്നും ഇത്ര അധികം നമ്മുടെ മുസ്ലിം നാമം എല്ലായിടത്തും ഉണ്ടാവലുണ്ട്, പക്ഷെ ഇത്ര അധികം വന്നിട്ടുണ്ടോ? ഉമ്മാനൊക്കെ വെട്ടിക്കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ? ഇവരുടെയൊക്കെ മനസ്സ് എത്രത്തോളം ക്രൂരമാകുന്നതിൽ നമ്മുടെ തസ്കിയത്തിലും അവരെ സംസ്കരിക്കേണ്ട സംസ്കരണ പ്രവർത്തനങ്ങളിലും മുഴുകേണ്ട, അല്ലെങ്കിൽ നിർമ്മാണാത്മകമായിട്ട് സംഘടനാ പ്രവർത്തനങ്ങൾ പങ്കുവഹിക്കുന്നതിന് പകരം പരസ്പരം തമ്മിൽ തല്ലാനും ചളിവാരി എറിയാനും ഇന്ന് അടിസ്ഥാന വിഷയങ്ങൾ വിട്ടിട്ട് വെറും സംഘടനാ സ്ഥാനമോഹികളായിട്ടുള്ള ആളുകൾ പരസ്പരം അവരുടെ സ്ഥാനം നിലനിർത്താൻ തൻ്റെ കൗമിനെ തമ്മിൽ അടിപിടി കൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ കഴിവിട്ട് പോവുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ. മാത്രമല്ല, നമ്മൾ എക്കാലത്തും എതിർത്തുകൊണ്ടിരുന്ന പിന്നെ ഷിർക്ക്, അതുപോലെ തന്നെ വിദേഹത്തിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ പലിശ, സ്ത്രീധനം, ഇത്തരം വിഷയങ്ങളൊന്നും ഇപ്പം വിഷയമല്ലാതെ മാറിയോ? വിഷയമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇവിടെ വേറെ കുറേ വിഷയങ്ങൾ നമ്മൾ തമ്മിലെല്ലാം തന്നെ സമയം കിട്ടില്ല എന്നുള്ള അവസ്ഥ വരികയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറണ്ടേ? നിങ്ങൾക്കും ഇങ്ങനെ എന്താ തോന്നുന്നത്? ഒരു നാട്ടിൽ തന്നെ 5-8 പള്ളി, 5-8 ബാങ്ക്, മത്സരിച്ച് ബാങ്ക്, അവരവിടെ മിനാരം പൊക്കിയോ നമ്മൾ പൊക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു നാശാത്മകമായിട്ടുള്ള ഒരു ഇതൊന്നും പോസിറ്റീവ് ആവുന്നില്ല. നന്മ സമൂഹത്തിന് ഗുണം ലഭിക്കുകയും സമുദായത്തിന് ഗുണം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതില്ലേ പ്രിയമുള്ളവർ? ഇതൊക്കെ ഞാൻ പറയുന്നത് എനിക്ക് വന്നിട്ടുള്ള ചില കോൾസ് ആണ്. അത് വെച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. നമ്മൾ ആരെയും അളക്കണ്ട. അവർ പറയുന്നതിൽ നന്മ ഉണ്ട്, അത് സ്വീകരിക്കുക. ഒരാൾ നന്മ ചെയ്യുന്നുണ്ട്, പാർട്ടി നോക്കണ്ട. ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ, തആവനു അല ബിർരി വത്തഖ്വ വതആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യത്തിലും നന്മയിലും സഹകരിക്കുക, അല്ലാത്തതിലും നമ്മൾ വിട്ടു നിൽക്കുക, അത്രയേ ഉള്ളൂ. അത് നമ്മളിപ്പം ഇവിടെ പിന്നെ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് വയനാട്ടിൽ നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ, നമ്മുടെ പാർട്ടിക്കാരെല്ലാവരും കൂടിയില്ലേ, എല്ലാ സംഘടനക്കാരും ഒരുമിച്ച് ചേർന്ന് നിന്നില്ലേ? അതന്നെ അങ്ങനെ വേണ്ടത്. സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിന് നിർമ്മാണാത്മകമായ സംഭാവനകൾ അർപ്പിക്കുന്നതിന് പകരം പരസ്പരം തമ്മിൽ തല്ലി ചളിവാരി എറിഞ്ഞിട്ട് ഈ സമുദായത്തിനെ പറയിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് സമുദായ നേതൃത്വം മാറണം. നേതാക്കൾ, വഴി കാണിക്കുന്ന ആളുകൾ, ആലിമീങ്ങൾ തന്നെ. അത് ചിലർക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ കൂട്ടും. ചിലരൊക്കെ വിഷം ഇങ്ങനെ യൂട്യൂബിലൊക്കെ കയറി, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ വന്ന് വിഷമായിട്ട് പറയാണ്. എന്തിനാണ് നമ്മൾ ഐക്യം ഉണ്ടാക്കാനും ഒരുമിക്കാനും വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് എപ്പോഴും. അതിൻ്റെ വഴികളെപ്പറ്റി അന്വേഷിക്കാവൂ. എനിക്ക് വളരെ മനോഹരമായിട്ട് പാണക്കാട് തങ്ങളുടെ ഒരു ലേഖനം, ഒരു പുസ്തകം പറയുന്നില്ല, ലേഖനം വന്നു. നമുക്ക് വിയോജിക്കാനുള്ളതിനേക്കാൾ യോജിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾക്കിടയിൽ ഇല്ലെന്നാ ആ ലേഖനത്തിൻ്റെ തുടക്കം. നമുക്ക് വിയോജിക്കാൻ, സംഘടനകളുമായി ബന്ധപ്പെട്ട ഒരു ഒരു വിഷയമാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പോൾ പറയാം, നമുക്ക് വിയോജിക്കാനുള്ളതിനേക്കാൾ യോജിക്കാനുള്ള വിഷയങ്ങളില്ലേന്ന്. അല്ലേ? നമ്മുടെ അള്ളാഹ് ഒന്നാണ്, ഖുർആൻ ഒന്നാണ്, മുഹമ്മദ് റസൂലുള്ള ഒന്നാണ്. നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി പണിയെടുക്കുന്ന. അപ്പോൾ അതിൻ്റെ മാർഗത്തിൽ നമ്മൾ പരമാവധി സഹകരിക്കാവുന്ന മേഖലയിൽ സഹകരിക്കുക.
പരസ്പരം സഹായിച്ചും സഹകരിച്ചും ഒന്നിച്ച് നമ്മൾ പോകേണ്ടത്, ഒരു മതിൽ കെട്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് പോകരുത്. ഓക്കെ, അത് പുതുതലമുറയിലേക്കും പറഞ്ഞു കൊടുക്കണം. കമൻസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ വളരെ മോശമാണ്. ചില കമൻസ് ഒക്കെ വായിച്ച് എന്തൊക്കെ വൃത്തികേടുകളാണ് എഴുതി വെച്ച് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. ഇതിനൊക്കെ ഒരു മാനർ ഇല്ലാതെ. പ്രിയമുള്ളവർ, ഇതിനൊക്കെ ഒരു മാറ്റം വരണം. ഇൻഷാ അല്ലാ, അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഈ ഉമ്മത്തിനെ അഭിമാനത്തോടെ, കാരണം നമുക്ക് അഭിമാനിക്കാവുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു നാടാണ് കേരളം എന്ന് പറഞ്ഞാൽ, മലയാളി മുസ്ലിം എന്ന് പറഞ്ഞാൽ. ഏത് നാട്ടിൽ പോലും നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മൾ അത്രക്കും ഒരു സ്റ്റാൻഡിലാണ് നമ്മളുള്ളത്. അത് നമ്മൾ പുറത്തൊക്കെ രാജ്യത്ത് പോയാൽ അറിയാം, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ അറിയാം. നമ്മൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ ചില്ലറൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകണം, ഒരുമിച്ച് ചേർന്ന് നിൽക്കണം. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കടന്നോട്ടെ, അത് അവർ ഫിഖ്ഹിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇമാം ഹംബലിയും ഷാഫിയും ഹനഫിയും മാലിക് അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ളതോട് തന്നെ അവരെ നാട്ടിൽ തന്നെ ചെന്നിട്ട് ഒരു ഇമാമും മറ്റൊരു ഇമാമിൻ്റെ നാട്ടിൽ ചെന്നപ്പോൾ ഇമാമ് മറ്റേ ഇമാമിനെ ആദരവോടുകൂടി അദ്ദേഹം ഒരു വിഷയത്തിൽ നിലപാട് മാറ്റിയ കാര്യം, ഇതൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഇമാമിയങ്ങളായ അവർ വരെ ഇതിലൊക്കെ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളേക്കാൾ അഭിപ്രായ ഐക്യങ്ങളിലേക്ക് വരേണ്ടതാണ്. അവരങ്ങനെ ചെയ്തോട്ടെ. അതിനിപ്പോൾ നമ്മളെല്ലാവരും ഒരു വഴിയിൽ സഞ്ചരിക്കുന്നവരല്ലേ. തൗഹീദിൻ്റെ പാതയിൽ, അള്ളാഹിൻ്റെ വഴിയിൽ സ്വർഗപ്രവേശനല്ലേ നമ്മുടെയൊക്കെ ഉദ്ദേശം. ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ വീഡിയോയിലെ ആമുഖ പ്രഭാഷണത്തിൽ ഞാൻ ആര് എന്ന് വെച്ചാൽ, ഞാനൊരു അന ബഷറും മിസ്ലുക്കുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടുകാരോട് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ് ഞാൻ, അതിലപ്പുറത്തേക്ക് ഒരു ക്വാളിറ്റി എനിക്കില്ല. ഞാൻ പഠിച്ചിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ തജ്വീദ് തിലാവത്തിൽ ഈ പറഞ്ഞ യുഎയിലിരിക്കുന്ന സന്ദർഭത്തിൽ പിന്നെ ആ ഒരു താവഴിയായിട്ടുള്ള ഇമാം ജസരി റഹ്മത്തുള്ളാഹിയുടെ പരമ്പരയിൽ ചേർക്കപ്പെട്ട ഒരു അറബ് പണ്ഡിതൻ, ജോർഡാനി അറബ് പണ്ഡിതന്റെ കീഴിൽ പഠിക്കാൻ അവസരം ഉണ്ടായി എന്നുള്ളതാണ്. നിങ്ങളെ അതിൽ ചേർത്തു എന്നുള്ള കേട്ടോ. ആ മാഷാഅല്ലാഹ് ഒരു വലിയ കാര്യമല്ലേ, വലിയൊരു അച്ചീവ്മെൻ്റ് അല്ലേ നിങ്ങൾക്കും. ആ ഒരു തജ്വീദിൻ്റെ തിലാവയുടെ ആ ഒരു ഖുർആൻ്റെ പരമ്പരയിലേക്ക് നിങ്ങളെയും ചേർത്തു. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങളെല്ലാവരെയും ഖുർആൻ്റെ അഹ്ലുകാരായി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണേ അല്ലാഹ്. ആമീൻ. ഇനി ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, അലല്ലാഹ്, അള്ളാഹിൻ്റെ വജഹ് മാത്രമാണ്. അള്ളാഹിൻ്റെ തൃപ്തിയാണ്. ഇൻഷാ അല്ലാഹ് വല്ല വിധേനയും എനിക്ക് സ്വർഗത്തിലെത്താൻ പറ്റിയാൽ, ഒരിക്കലും ഞാൻ സ്വർഗത്ത് പോണ ആളാണ്, ഞാൻ സ്വർഗത്ത് പോകുന്നുള്ള ധിക്കാരൊന്നുമില്ല, അതിനു വേണ്ടി പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ എത്തിയാൽ നാളെ അള്ളാഹിൻ്റെ മുമ്പിലും ഇൻഷാ അല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അടുത്തും പോയിട്ട് ഈ കലാം ഞാൻ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയാനുള്ള ഒരു ഭാഗ്യം അള്ളാഹു ജീവിതത്തിൽ എനിക്ക് തരും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അള്ളാഹ് അതിന് തൗഫീഖ് ചെയ്യണേ അള്ളാഹ്. അല്ലേ, ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു കാര്യമായിട്ടുള്ളത്. വേറെ എന്താ, നമ്മൾ ഭക്ഷണം കഴിച്ചതും യാത്ര ചെയ്തതും ചിരിച്ചതൊക്കെ അതൊക്കെ അവിടെ തീരൂല. എല്ലാം ഉപേക്ഷിച്ച് രണ്ട് കൈയും വീശിയിട്ട്, രണ്ട് കൈയിലും എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് ഈ മണ്ണോട് നമ്മുടെ ശരീരം ചേരുമ്പോൾ, ഖബറിൻ്റെ ഇടുങ്ങിയ ഉള്ളറകളിലേക്ക് നമ്മുടെ ശരീരത്തെ ഒരു ദിവസം ഇറക്കി വെക്കുമ്പോൾ, അതിൻ്റെ മുമ്പ് അള്ളാഹുവിലേക്കും നാളെ ജന്നാത്തുൽ ഫിർദൗസിലേക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് പറയുള്ളവരെ, ഒരിക്കലും തെറ്റായ ഒരു അർത്ഥത്തിലും ഉള്ള ഒന്നും പറയുന്നില്ല. മുഫസ്സിരീങ്ങളായ പണ്ഡിതന്മാർ ഖുർആൻ മലയാളത്തിലേക്ക്, ഇംഗ്ലീഷിലൊക്കെ, ഉറുദുവിലും, 3 ഭാഷകളിലും പഠിക്കാൻ അവസരമുള്ളതുകൊണ്ട് അതിലൊക്കെ വരുന്നതെല്ലാം പരമാവധി റെഫർ ചെയ്തിട്ട് മണിക്കൂറുകളോളം ഇരുന്ന് പഠിച്ചിട്ടാണ് പറയുന്നത്. അതിലേക്ക് എൻ്റെ ചില എക്സ്പീരിയൻഷ്യലായിട്ടുള്ള വിഷയങ്ങൾ കൂടെ ആഡ് ചെയ്തിട്ട് പറയുന്നു എന്ന് മാത്രം. ഒരിക്കലും അതിൽ മാറ്റൊന്നും, ഇതിൻ്റെ അടിസ്ഥാനം മാറ്റം ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഇൽമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് പറയാണ്. അപ്പോൾ അള്ളാൻ്റെ അതന്നെ, ആ ആലിമീങ്ങളായ പണ്ഡിതന്മാർ വർഷങ്ങളോ 25-30 വർഷം എടുത്ത് പഠിച്ചതിൻ്റെ അത് മലയാള ഭാഷയിലേക്ക് സംസാരമായിട്ട് തന്നെ ശബ്ദം നൽകിയെന്ന് മാത്രമേ ഇതിലുള്ളൂ എന്ന കാര്യം ചേർത്ത് പറയാം. അതോടൊപ്പം ഈ നേരത്തെ പറഞ്ഞ വിഷയം, സംഘടനാപരമായ പക്ഷപാതിത്വങ്ങൾ അവസാനിപ്പിക്കണേ എന്ന് താഴ്മയോടെ നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആൻ്റെ ഈ ഒരു യാത്രയിൽ നിങ്ങളും ഉണ്ടാകണം ഇൻഷാ അല്ലാഹ്. നമുക്ക് ഖുർആൻ മുഴുവനും ഇതുപോലെ സംസാരത്തിലൂടെ, കാരണം ആളുകൾക്ക് കേൾക്കാൻ നല്ല സമാധാനമുണ്ട്. കേൾക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കൂ, കേട്ടുകൊണ്ടിരിക്കൂ വിശുദ്ധ ഖുർആൻ, അള്ളാഹിൻ്റെ കലാം. മറ്റെന്തെങ്കിലുമൊക്കെ പാട്ട് കേട്ട്, മ്യൂസിക് കേട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ബഹളങ്ങളൊക്കെ കേൾക്കുന്നത് നല്ലത്. അള്ളാഹിൻ്റെ കലാം കേൾക്കുന്നതിൽ ഏറ്റവും പുണ്യമുള്ള കാര്യം. മാഷാ അല്ലാഹ്, നമ്മളത് മനസ്സിലാവുന്ന ഭാഷയിൽ അങ്ങനെ ഒരു അവസരം കിട്ടിയില്ല. അള്ളാഹിനെ സ്തുതിച്ചുകൊണ്ട്
നിങ്ങളും ഇതിന്റെ ഭാഗവാക്കാണ് കേട്ടോ. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളാണ് ഇത്. തഅല്ലമൽ ഖുർആന വല്ല ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നിങ്ങൾ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്, കമന്റ് ചെയ്യുന്ന ഈ കമന്റ് ചെയ്യുന്ന അൽഹംദുലില്ലാ എന്ന് കമന്റ് ചെയ്യുമ്പോൾ ഇതിന്റെ റീച്ച് കൂടുന്നുണ്ട്. ആളുകൾ അങ്ങനെയാണ് ഇത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഖുർആൻ എത്തുന്നത്. രണ്ട് ചാനലിലുള്ള വീഡിയോ ഇങ്ങനെ കയറി കയറി പോകുന്നതാണ്. അപ്പോൾ അത് മാഷാ അള്ളാഹ് അത്ഭുതം തന്നെയാണ്. അള്ളാഹു വലിയൊരു എന്താ പറയുക നിഅമത്താണ്. ഫഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അള്ളാഹ് ചെയ്ത നിഅമത്ത് എടുത്ത് പറയാന്ന് പറയില്ലേ. അപ്പോൾ അങ്ങനെ എടുത്ത് പറയാണ്. ഇതൊരു നിഅമത്താണ്. നിങ്ങളും പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. മലയാളികൾ ആരും ഖുർആൻ ഇത് മുഴുവനൊന്ന് കേൾക്കുക. ഇതിപ്പോൾ എത്ര മണിക്കൂർ മൊത്തം വരുമെന്ന് എനിക്കറിയില്ല. ഖുർആൻ മുഴുവൻ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. പക്ഷേ ഒരു മലയാളി ഇങ്ങനെ ഒരു യൂട്യൂബിൽ ഖുർആൻ ഉണ്ട്, ഇത് കേട്ട് ഖുർആൻ മലയാളം പഠിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയാൽ അത് തന്നെ വലിയൊരു ഭാഗ്യമല്ലേ. ഒഴിവുള്ള സമയത്തൊക്കെ ഓരോ ദിവസങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് സ്ത്രീകളും വീട്ടിലിരുന്നിട്ട് ഒഴിവുള്ള സമയത്തൊക്കെ ചില ഒരു സഹോദരി എനിക്ക് മെസ്സേജ് ചെയ്തു വാട്സാപ്പിൽ. പിന്നെ ഖുർആനും തഫ്സീറും തുറന്നു വെക്കും, ഖുർആനും തുറന്നു വെക്കും, ഇത് വീഡിയോ ഇടും, എന്നിട്ട് ഇങ്ങനെ കേൾക്കലാണ് പോലെ. മാഷാ അല്ലാ. വേറൊരു സഹോദരി ഇത് 45 വയസ്സായി, 45 വർഷം ഞാൻ ഇതുവരെ ഖുർആൻ്റെ മലയാളം നിങ്ങളിലൂടെയാണ് ആദ്യമായി കേട്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫാത്തിഹ ഒക്കെ ഇത്രയും കാലം ഖുർആൻ നിസ്കരിച്ച ഒരു വ്യക്തി ഫാത്തിഹ എന്നിലൂടെയാണ് പഠിച്ചു പറയുമ്പോൾ അൽഹംദുലില്ലാ അഭിമാനം. അതിലപ്പുറം അള്ളാഹു അതിനുള്ള പ്രതിഫലം നൽകണേ അല്ലാ എന്ന് നിങ്ങളോട് ചേർന്ന് ദുആ ചെയ്യണം. അത് മാത്രം മതി, വേറൊന്നും വേണ്ട. ഈ മണ്ണിൽ നിന്ന് മരിച്ചു പോകുമ്പോൾ പ്രശസ്തനാവേണ്ടേ അല്ല കേട്ടോ. ആദ്യം തന്നെ ഞാൻ എൻ്റെ മുഖം വ്യക്തമാക്കാതിരുന്ന തന്നെ ഇനിയിപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ തൊപ്പി വെച്ചാണോ താടി വെച്ചാണോ മീശ പഠിച്ചതാണോ അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ പിന്നിൽ നമ്മൾ ലാബ് പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന മാതിരി ഇങ്ങനെയൊന്നും സോർട്ട് ഔട്ട് ചെയ്യാതിരിക്കാൻ കൂടി തന്നെ മുഖം ഒന്നും കാണിക്കണ്ടെന്ന് വെച്ചത്. പക്ഷേ നിലപാട് പറയാണ്, ഒരിക്കലും ഒരു സംഘടനേൻ്റെ ആളുമല്ല, ഒരു സംഘടനയെ പിന്നെ എതിർത്ത് പറയുന്ന ആളുമല്ല. എല്ലാവരും ഉണ്ടാവണമെന്നും നമ്മുടെ സമുദായത്തിനും സമൂഹത്തിനും ഗുണമായിട്ട് നമ്മുടെ ഉമ്മത്തിൽ തലയുറപ്പോടുകൂടെ നാളെ ഇൻഷാ അല്ലാഹ് എല്ലാ സംഘടനക്കാരും ഒരുമിച്ച് റസൂലുള്ളാഹിയുടെ പിന്നിൽ അണിനിരന്ന് സ്വർഗപ്രവേശനം സാധ്യമാകണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള നല്ല നിയ്യത്താണ് അതിൻ്റെ പിന്നിൽ, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന കാര്യം പറയുക. അതോടൊപ്പം യാതൊരു വിധിയിലുള്ള മുൻവിധിയും വെച്ചുകൊണ്ട് ഇത് കേൾക്കരുത്. വളരെ അള്ളാഹിൻ്റെ കലാം ഇൻഷാ അല്ലാഹ് കേൾക്കുന്നു എന്ന് നല്ലൊരു നിയ്യത്തോടു കൂടി കേൾക്കുക. അജ്ർ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ കേൾക്കുക. പരമാവധി സൂക്ഷ്മത ഞാൻ പുലർത്തുന്നുണ്ട്. എന്തെങ്കിലും തെറ്റുതിരുത്തലുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക, ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഒരിക്കലും അങ്ങനെ ഒരു വലിയ പക്ഷേ ഞാൻ തിരുത്താൻ തയ്യാറാണ് ഞാനല്ലല്ലോ പറയുന്നത്. ഞാൻ മറ്റ് മുഫസ്സിരീങ്ങളുടെ, അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉറുദുവിലുമുള്ള ആലിമീങ്ങളുടെ കിതാബുകൾ പഠിച്ച് മണിക്കൂറുകളോളം ഇരുന്ന് സമയം ചിലവഴിച്ചിട്ടാണ് ഓരോ വീഡിയോ ഞാൻ പറയുന്നത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇത് കബൂൽ ചെയ്യാൻ വേണ്ടി നിങ്ങളും ദുആ ചെയ്യണം. അള്ളാഹുവെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർക്കണേ അള്ളാഹ്. ഖുർആൻ്റെ അഹ്ലുകാരായി ഞങ്ങൾ ഒരുമിച്ച് ചേർക്കണേ അള്ളാഹ്. അള്ളാഹു ഈ വിശുദ്ധ ഖുർആൻ ഹിഫ്ള് ചെയ്യുന്നതോടൊപ്പം ഖുർആൻ പാരായണം ചെയ്യുന്നതോടൊപ്പം അള്ളാഹു ഇത് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ അത് പുലർത്താൻ തദബ്ബുർ ചെയ്തുകൊണ്ട് ജീവിതത്തെ അതിന് മാതൃകായോഗ്യമായ ഒരവസ്ഥയിലേക്ക് ആയിഷ റളിയല്ലാഹു തആല അൻഹായോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്തായിരുന്നു വെച്ചപ്പോൾ അത് ഖുർആനായിരുന്നു എന്ന് മറുപടി പറഞ്ഞു. അള്ളാഹു ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന അങ്ങനെയുള്ള യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹുവെ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണേ അള്ളാഹ്. അള്ളാഹു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, അള്ളാഹു ഇതിനെ നീ കബൂൽ ചെയ്യണേ അള്ളാഹ്. ഇല്ലെങ്കിൽ വലിയ നഷ്ടമാണ് അള്ളാഹുവെ. ഇത്ര ആളുകൾ കണ്ടു കഴിഞ്ഞില്ല അള്ളാഹ്, അത് വെച്ചിട്ട് അള്ളാഹു ഇതൊന്ന് കബൂൽ ചെയ്യണേ അള്ളാഹ്, സ്വീകരിക്കണേ അള്ളാഹ്. ഇത് കേൾക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ ജീവിതത്തിലൊക്കെ റഹ്മത്തും ബർക്കത്തും ചെയ്യണേ അള്ളാഹ്. നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ റബ്ബേ, നിന്നോടുള്ള മഹബത്ത് കൊണ്ടാ അള്ളാഹ്. അള്ളാഹു നിന്നോടുള്ള അടങ്ങാത്ത പ്രേമം കൊണ്ട് അള്ളാഹുവെ നിൻ്റെ കലാം കേൾക്കാൻ ഈ സഹോദരങ്ങൾ ലക്ഷക്കണക്കിനായ വിശ്വാസികൾ തയ്യാറാകുന്നത് അള്ളാഹുവെ അവരുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്. അവരൊക്കെ ഹിദായത്തിലാക്കണേ അള്ളാഹ്. അവരൊക്കെ നാളെ തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണേ അള്ളാഹ്. അവരെയും അവരുടെ അഹലിനെയും കുടുംബത്തെയും മക്കളെയും മാതാപിതാക്കളെ എല്ലാവരെയും ചേർക്കണേ അള്ളാഹ്. അള്ളാഹുവെ നിൻ്റെ കലാം പഠിക്കാനും നിന്നോടുള്ള ഇഷ്ടവും എന്നും മരണം വരെ നിലനിർത്തി തരണേ അള്ളാഹ്. അതിൽ തെറ്റിലേക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ തെറ്റുകളിലേക്ക് സഞ്ചരിച്ചു പോയിട്ടുണ്ടോ അള്ളാഹു അതൊക്കെ ഞങ്ങൾ പുറത്തു തരണേ അള്ളാഹ്. തൗബ ചെയ്യാനുള്ള മനസ്സ് തരണേ അള്ളാഹ്. അള്ളാഹുവെ ഭാവിയിലുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് അമലുകൾ ചെയ്തിട്ട് നാളെ ഖബറിൻ്റെ ഇരുട്ടറയിലേക്ക് നമ്മുടെ ശരീരത്തെ വെക്കുമ്പോൾ അള്ളാഹുവെ ആ ഖബറിൻ്റെ ഇരുട്ടിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളെ ശരീരത്തെ ഇറക്കി വെച്ചിട്ട് മണ്ണോട് ചേരുമ്പോൾ അള്ളാഹുവേ ഒരുപാട് അമലുകളുമായിട്ട് നാളെ ഞങ്ങളുടെ അക്കൗണ്ട് എടുക്കുമ്പോൾ സിജീനും അല്ലിയൂനുമായിട്ട് വേർതിരിക്കപ്പെടുമ്പോൾ അല്ലിയൂനിൽ വലതുപക്ഷക്കാരായ കർമ്മരേഖയുള്ള
സ്വർഗ സ്വർഗാവകാശികളിൽ അള്ളാഹുവെ ഞങ്ങളെ ചേർക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ മനസ്സിൽ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. തഖ്വയുള്ളവരാക്കണേ അല്ലാ. സൂക്ഷ്മതയുള്ളവരാക്കണേ അല്ലാ. ജീവിതത്തിൽ പലതും വേണ്ടാന്ന് വെച്ചവരല്ല, വലിയ ത്യാഗമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ജീവിതത്തിൽ പലതും വേണ്ടാന്ന് വെച്ചവരാണ്. അള്ളാഹു ഈ കേൾക്കുന്ന എല്ലാവരും പലതും സാധിക്കുമായിരുന്നിട്ടും വേണ്ടാന്ന് വെച്ചവരാ. നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ, നിന്റെ ഹബീബിനോട് മുഹമ്മദ് റസൂലുള്ളയോടുള്ള ഇഷ്ടം കൊണ്ടാ റബ്ബെ. അള്ളാഹുവെ, അതുകൊണ്ട് അവരുടെ കൽഭകങ്ങളെ, ഞങ്ങളുടെ എല്ലാവരുടെയും കൽഭകങ്ങളെ ഈമാൻ കൊണ്ട്, വിശുദ്ധ ഇസ്ലാം നിന്നോട് ദീനിനോടുള്ള സ്നേഹം കൊണ്ട് അള്ളാഹുവെ ബന്ധിപ്പിച്ച് നിർത്തണേ അല്ലാ. ഖുർആനാകുന്ന നിന്റെ ഈ അത്ഭുതത്തോട്, നിന്റെ ഈ മുഅ്ജിസത്തിനോട്, നിന്റെ ഈ സംസാരത്തോട് എന്നും ചേർന്ന് നിൽക്കാനുള്ള സൗഭാഗ്യം ചെയ്തു തരണേ അല്ലാ. അള്ളാഹു, ഈ ദുനിയാവിൽ ഒന്നും ഞങ്ങൾക്ക് നേടാനില്ല. പണം വേണ്ട, അധികാരം വേണ്ട, പ്രശസ്തനാവണ്ട, ആരാലും അറിയപ്പെടണ്ട. പക്ഷെ മരിക്കുന്നതിൻ്റെ മുമ്പ് റൂഹ് വന്ന് തൊണ്ടക്കുഴിയിലെത്തുന്ന സമയം, സക്കറാത്തിൻ്റെ വേദനയിൽ അവസാനത്തെ സന്ദർഭമാണ് എന്ന് ബോധ്യപ്പെടുന്ന നിമിഷത്തിന് മുമ്പ് മുത്തഖികളിൽ ഉൾപ്പെട്ടവനായി മുഅ്മിനായിട്ട് കലിമ ചൊല്ലിക്കൊണ്ട് മരണപ്പെടാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അള്ളാഹുവെ, ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങൾ അള്ളാഹുവെ പുറത്തു തരണേ അല്ലാഹ്. അള്ളാഹുവെ, നിന്റെ ഖുർആനുമായിട്ട് നിരന്തര ബന്ധം പുലർത്തിക്കൊണ്ട് 5 വക്ത് നിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി സുജൂദ് ചെയ്തുകൊണ്ട് പരമാവധി എല്ലാ തെറ്റുകളിൽ നിന്നും അകന്ന് എല്ലാ അർത്ഥത്തിലും നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا أجرنا من النار. اللهم ربنا أجرنا من النار. اللهم ربنا أجرنا من النار. اللهم ربنا تقبل منا يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم عنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا اغفر لنا ذنوبنا يا رب العالمين. اللهم رب ارحمهما كما ربيانا صغيرا. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا لا تؤاخذنا إن نسينا واخطأنا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا يا رب العالمين. اللهم ربنا تقبل منا يا رب العالمين. اللهم ربنا تقبل منا يا رب العالمين. وصلى الله على خير خلقه سيدنا ونبينا وحبيبنا محمد وآله وصحبه وسلم.